സദസ്സിൽ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഈ പ്രോഗ്രാം മൊത്തം നിയന്ത്രിക്കുന്നത് വെങ്ങല്ലൂർ മനയിലെ 2 യുവ താരങ്ങളാണ്. മൈക്ക് ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. നമസ്കാരം, ഞാൻ നയൻ, വെങ്ങല്ലൂർ ഹരിദാസൻ്റെ മകനാണ്. ഇപ്പോൾ നെതർലാൻഡിൽ PhD ചെയ്തു വരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നന്ദന, വെങ്ങല്ലൂർ വാസുദേവൻ്റെ മകളാണ്. ഇപ്പോൾ കൊല്ലത്ത് അമൃതയിൽ BTech ചെയ്യുന്നു. യശശരീരനായ വെങ്ങല്ലൂർ നാരായണൻ നമ്പൂതിരിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള സ്മരണാഞ്ജലിയുടെ ചടങ്ങുകൾ നമുക്ക് ആരംഭിക്കാം. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मामृतङ्गमय ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യമായി ഏതാനും വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ മുല്ലനേഴി ശിവദാസൻ മാസ്റ്റർ, ശ്രീ കാവനാട് കൃഷ്ണൻ നമ്പൂതിരി, ശ്രീ CK സെബാസ്റ്റ്യൻ, ശ്രീമതി വൃന്ദ ദിനേശ്, ശ്രീ കൃഷ്ണചന്ദ്രൻ എന്നിവരെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. യശശരീരനായ വെങ്ങല്ലൂർ നാരായണൻ നമ്പൂതിരിയുടെ 100ാം ജന്മദിനമാണ് ഇന്ന്. മകരമാസത്തിൽ കാർത്തിക നക്ഷത്രം. 1924 ജനുവരി 16 ഭൂജാതനായ അദ്ദേഹം 1986 ഫെബ്രുവരി 20-ാം തീയതിയാണ് നമ്മെയെല്ലാം വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഇപ്പോൾ ഏറെയൊന്നും ആഘോഷിക്കപ്പെടാറില്ലാത്ത ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി യശശരീരയായ ദേവസേന അന്തർജനവും പങ്കാളികളായിരുന്നു. അദ്ദേഹത്തിൻ്റെയും അതുപോലെ മറ്റനേകം പേരുടെയും ശക്തവും തീക്ഷ്ണവുമായ സാമൂഹിക ഇടപെടലിൻ്റെയും കൂടി ഫലമാണ് കേരള സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്പൂതിരി സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ പരിഷ്കൃതാവസ്ഥ. വലിയ മനുഷ്യരുടെ വലിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ചെറിയ മനുഷ്യരുടെ ചെറിയ പ്രവർത്തനങ്ങൾ കൂടി ചേർന്നതാണല്ലോ മാനവചരിത്രം. സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട എല്ലാ നല്ലവരായ മനുഷ്യരുടെയും ഹൃദയവിശുദ്ധിക്ക് മുമ്പിൽ ഈ സ്മരണാഞ്ജലി വിനയപൂർവ്വം സമർപ്പിക്കുന്നു. ദേവാ നമിക്കുന്നു നിൻ പാദപത്മത്തിൽ, ലോകത്തിലാകെ സമുദ്രതിയേകണേ. ദേവാ നമിക്കുന്നു നിൻ പാദപത്മത്തിൽ, ലോകത്തിലാകെ സമുദ്രതിയേകണേ. നാളത്തെ നാടിൻ്റെ നായകർ ഞങ്ങൾ, കാക്കുന്നു ഞങ്ങളെ സർവേശദേവാ. ദേവാ നമിക്കുന്നു നിൻ പാദപത്മത്തിൽ, ലോകത്തിലാകെ സമുദ്രതിയേകണേ. സദസ്സിന് സ്വാഗതം പറയുന്നതിന് മുമ്പ് 2 വാക്ക് പറയാം. സാധാരണ കണ്ടുവരാറുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ചടങ്ങുകളിൽ ഒന്നും പെടുന്നതല്ല ഈ ജന്മശതാബ്ദി ആചരണം. അച്ഛൻ്റെ സ്മരണയ്ക്ക് ഒരു ശതാബ്ദി ആചരണം വേണമെന്നത് മക്കളുടെ ഒരു ആഗ്രഹമാണ്. ശ്രാദ്ധം എന്ന പേരിൽ എല്ലാവരും വർഷത്തിലൊരിക്കൽ ആചരിക്കുന്നതാണല്ലോ സ്വതേ പതിവ്. അപ്പോൾ ചരമശതാബ്ദിയിലെ കൂടുതൽ ഉചിതം എന്നൊരു ചോദ്യം വാദിക്കാം, പലർക്കും പണ്ടാവാം. പക്ഷേ മരണാനന്തരം പിറന്നാൾ ആഘോഷിക്കാറില്ല. പക്ഷേ ഇവിടെ ചരമശതാബ്ദി ആചരിക്കുന്നതിന് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ജന്മശതാബ്ദി തിരഞ്ഞെടുക്കാനുള്ള കാരണം. പിന്നെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് കീപ്പിംഗ് ഉള്ള നിഷ്കർഷയും ശുഷ്കാന്തിയുമാണ്. വരവ് ചെലവ് കണക്കെഴുതുക, ജീവിതത്തിലെ സംഭവങ്ങളുടെ വിവരങ്ങൾ വളരെ കൃത്യമായി എഴുതി വയ്ക്കുക, പ്രിയപ്പെട്ട പ്രസിദ്ധീകരണങ്ങളുടെ ബൈൻഡ് ചെയ്ത് ലക്കങ്ങൾ സൂക്ഷിക്കുക എന്നിവയെല്ലാം തന്നെ ഇതിന് ദൃഷ്ടാന്തമാണ്. പ്രസിദ്ധീകരിച്ചതും അല്ലാത്തതുമായ നിരവധി കൃതികളുണ്ട് അച്ഛൻ്റെയായിട്ട്. കവിതകൾ, നിരൂപണങ്ങൾ, ലേഖനങ്ങൾ, ജീവചരിത്രം എന്നുവേണ്ട മിക്കവാറും എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. ഇവയുടെ എല്ലാം തന്നെ കയ്യെഴുത്ത് പ്രതി
സ്വന്തം കൈപ്പടയിൽ എഴുതി ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചത് ഇപ്പോഴും ലഭ്യമാണ്. അതെല്ലാം ഞങ്ങൾക്കൊരനുഗ്രഹവുമാണ്. ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിൽ എൻ്റെ ജ്യേഷ്ഠൻ കൃഷ്ണചന്ദ്രൻ വഹിച്ച പങ്ക് വളരെയേറെയാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പിന്തുണയും ഉത്തരവാദിത്വവും ഇല്ലായിരുന്നുവെങ്കിൽ ഈ പരിപാടി ഇത്തരത്തിലാകുമായിരുന്നു എന്ന് സംശയമാണ്. വിശദവിവരങ്ങൾ സസൂക്ഷ്മം എഴുതി വിശകലനം ചെയ്ത് എഴുതി വെച്ച് നടപ്പാക്കുന്നിടത്താണ് ഈ പരിപാടിയുടെ വിജയം കുടിയിരിക്കുന്നത്. മറ്റുള്ളവർക്കൊന്നും ഒന്നും ചെയ്യാനില്ല എന്നല്ല ഇതിനർത്ഥം. എല്ലാവർക്കും വ്യത്യസ്ത ചുമതലകൾ നൽകി വീതിച്ചു നൽകി ഓരോന്നും കൂട്ടിയിണക്കി ഏകീകരിക്കുക എന്നത് എളുപ്പമല്ല. കൃഷ്ണചന്ദ്രൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ലഭിച്ച പരിചയവും അനുഭവവും ഈ ഒരു പ്രകടനത്തിന് ഉപോദ്ബലകമായി എന്ന് പറയാം. ഭാവിയിൽ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി കൂടി തുടങ്ങാനുള്ള പരിചയവും കഴിവും ഈ പ്രകടനത്തിലൂടെ എല്ലാവർക്കും ലഭ്യമായി എന്നും വിലയിരുത്താം. സ്വാഗതം തുടങ്ങുന്നത് ആദ്യമായി അദ്ദേഹത്തിനുള്ള ഹൃദയംഗമമായ നന്ദി പ്രകടനത്തിലൂടെ ആയിട്ടെ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി രാജലക്ഷ്മി ടീച്ചർ അച്ഛൻ്റെ സഹപ്രവർത്തകയാണ്. അവർ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ടീച്ചർ ഇവിടെ എത്തിയതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കട്ടെ. ശ്രീമതി രാജലക്ഷ്മി ടീച്ചർക്ക് യോഗത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പഞ്ചായത്തിലെയും ഉപസഭയിലെയും വളരെ മുതിർന്ന ഒരു വ്യക്തിയാണ് മുല്ലനേഴി ശിവദാസൻ മാഷ്. യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും മറ്റു സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുകയും തിരുവള്ളക്കാവ് ക്ഷേത്ര കമ്മിറ്റി, ശാന്തിക്കാരുടെ സംഘടന തുടങ്ങി നിരവധി സംഘടനകളിൽ സജീവ സാരഥ്യവും വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ശിവദാസൻ മാഷ്. യോഗക്ഷേമ സഭയുടെ സജീവ പ്രവർത്തകനും ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യുദയകാംക്ഷിയും പ്രശ്നപരിഹാരങ്ങൾക്കുള്ള ഒരു അത്താണിയായും പ്രവർത്തിക്കുന്ന ശ്രീ മുല്ലനേഴി ശിവദാസൻ മാഷ്ക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിൽ പ്രസിദ്ധമായ ജീവാമൃതം എന്ന ജീവകാരുണ്യ ട്രസ്റ്റിൻ്റെ ട്രഷറർ പദവിയിൽ പ്രവർത്തിച്ച് ട്രസ്റ്റിൻ്റെ കോർപ്പസ് 1 കോടി രൂപയിലേറെ അതിലധികമായി എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ കാവനാട് കൃഷ്ണൻ നമ്പൂതിരി. ഇവിടെ സന്നിഹിതനായിരിക്കുന്നത് ഏകദേശം 2 കൊല്ലത്തോളമായി ചുമതല വഹിക്കുന്ന യോഗക്ഷേമ സഭയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലാണ്. ശ്രീ കാവനാട് കൃഷ്ണൻ നമ്പൂതിരിക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം. വെങ്ങല്ലൂർ കുടുംബവുമായും അച്ഛനുമായും വളരെ കാലത്തെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ സെബാസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു കടയുടമ, കച്ചവടക്കാരൻ എന്നതിലപ്പുറം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ച് അഭിപ്രായം പറയുന്നതിനുള്ള കഴിവുള്ള ഒരു ചിന്തകനാണ്. സാഹിത്യം, രാഷ്ട്രീയം, തത്വശാസ്ത്രം, മതചിന്തകൾ എന്നിവയിൽ ആധികാരികമായി കടയിൽ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തി. സർവോപരി കടയിൽ കയറി വരുന്ന ഏതൊരാളെയും പൂർണ്ണ തൃപ്തിയോടെ മടക്കി അയക്കണമെന്നും വീണ്ടും വരണമെന്ന ആഗ്രഹത്തോടെ മടക്കി അയക്കാൻ പോന്ന പെരുമാറ്റത്തിന് ഉടമ ശ്രീ സെബാസ്റ്റ്യന് ഈ യോഗത്തിലേക്ക് സ്വാഗതം. അവണിശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡ് മെമ്പറാണ് ശ്രീമതി വൃന്ദ ദിനേശ്. വാർഡിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് നയിക്കുന്ന ശ്രീമതി വൃന്ദ ദിനേശിന് യോഗത്തിലേക്ക് സ്വാഗതം. അവസാനമായി ഞങ്ങളുടെ ശ്രീ കൃഷ്ണചന്ദ്രനും യോഗത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, അയൽപക്കക്കാർ, ഉപസഭയിലെ അംഗങ്ങൾ, അവരുടെ വിശിഷ്ടാതിഥികൾ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. അവസാനമായി ഞങ്ങളുടെ സ്പെഷ്യൽ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ എല്ലാം ഒരു കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സ്വസ്തി മാസികയുടെ എല്ലാമായ ശ്രീ വിനോദ് മങ്കത്തായ സ്പെഷ്യലായിട്ട് ഇവിടെ ക്ഷണിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സേവനവും ഉപയോഗിക്കാം. അദ്ദേഹത്തിന് യോഗത്തിലേക്കും സ്വാഗതം. മുല്ലനേഴി ശിവദാസൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ പറ്റി 2 വാക്ക്. വെങ്ങല്ലൂർ നാരായണൻ നമ്പൂതിരിമൊത്ത് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. 1950കളിൽ പ്രവർത്തനം നിലച്ചുപോയ യോഗക്ഷേമ സഭയുടെ പുനരുജ്ജീവിപ്പിച്ച് കാലഘട്ടത്തിന് യോജ്യമായ രീതിയിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ശ്രീ ശിവദാസൻ മാസ്റ്റർ. യോഗക്ഷേമ സഭ സംസ്ഥാന തലത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാലിശ്ശേരി അവണിശ്ശേരി ഉപസഭ പ്രവർത്തനം ശിവദാസൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഉപസഭയാണ് സംസ്ഥാന സഭയായി പടർന്ന് പന്തലിച്ച് പ്രസ്ഥാനമായി വളർന്നതെന്ന് നിസ്സംശയം പറയാം. യോഗക്ഷേമ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി എന്നീ നിലകളിൽ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
വേദിയിലെ നിലവിളക്ക് കൊളുത്തി ഈ സ്മരണാഞ്ജലി ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ മുല്ലനേഴി ശിവദാസൻ മാസ്റ്റർ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിക്കും സദസ്സിനും നമസ്കാരം. സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, എനിക്ക് പരിചയമില്ലാത്ത ഒരാളെ ഞാൻ ഈ പൊതുപ്രവർത്തനത്തിന് അടുത്ത കാലത്ത് വളരെ ഇല്ലാത്തതുകൊണ്ടും മെമ്പറെ ആരാണ് എന്ന് ചോദിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഈ അവണിശ്ശേരി പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ മെമ്പർമാരെയും ഏതെങ്കിലും തരത്തിൽ പരിചയമുണ്ടാവാറുണ്ടായിരുന്നു. എന്തായാലും ഒരു മുമ്പ് സൂചിപ്പിച്ച ശ്രാദ്ധം കൊല്ലത്തിലൊരിക്കുക എന്നുള്ളത് ശതാബ്ദിയുടെ ഒരു സമയം എന്ന സമയത്ത് സ്മരണാഞ്ജലി അത് മക്കൾക്ക് തോന്നിയത് ഏതായാലും നന്നായി. അദ്ദേഹത്തിനെ ഓർമ്മിക്കേണ്ട ആ പല ശ്രാദ്ധത്തിന് പലപ്പോഴും ഞാൻ അവിടെ ചെല്ലാറുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നടത്താനും ഒരു ആളായിട്ടും. മാത്രമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 1ാം ക്ലാസ്സിൽ 1948 എന്ന് പറയട്ടെ, ഇദ്ദേഹത്തിന് പരിചയം ഞാൻ കോൺവെൻറ്റിൽ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിലാണ് പഠിച്ചത്. 3 മാഷന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. സംസ്കൃതം, ഹിന്ദി, മലയാളം. സംസ്കൃതം ഒരു സ്വാമിയായിരുന്നു, അദ്ദേഹം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. പിന്നെ വേറൊരു അപ്പു മാഷ് മലയാളം. അതിന് ആളെ കിട്ടാഞ്ഞിട്ടായിരിക്കാം. പിന്നെ ഇദ്ദേഹം ഹിന്ദി മാഷ്. അങ്ങനെയാണോ എൻ്റെ ആരംഭത്തിൽ ഓർമ്മ. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് തുടങ്ങി. അത് യോഗക്ഷേമ സഭയായിട്ടാണ് കൂടുതൽ അറിഞ്ഞത്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ ഞാൻ അറിഞ്ഞിടത്തോളം യോഗക്ഷേമ സഭയുടെ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ബ്രഹ്മസംഹിതത്തിൽ നിന്ന് പുറത്താക്കി എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും അതിനുശേഷമാണ് അദ്ദേഹം ഈ ഹിന്ദി അധ്യാപകനായിട്ട് കോൺവെൻറ്റിൽ എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ ജ്യേഷ്ഠൻ പൂനെയിൽ തുപ്പേട്ടൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറയും സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഡോക്ടർ മുല്ലനേഴി, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മുല്ലനേഴി ഇല്ലത്ത് നീയല്ലാത്ത എല്ലാവരും അദ്ദേഹത്തിന് ശിഷ്യന്മാരാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ട്യൂഷൻ, അല്ലെങ്കിൽ സ്കൂളിൽ പെൺകുട്ടികളാണെങ്കിൽ കോൺവെൻറ്റിൽ, അങ്ങനെ മിക്കവാറും എല്ലാവരും ആണ്, നീ മാത്രമേ അല്ലാത്തതുള്ളൂ. അപ്പം ഞാൻ വേറൊന്ന് പറഞ്ഞു, എൻ്റെ ഒരു ഗുരുസ്ഥാനം എന്താണെന്ന് വെച്ചാൽ യോഗക്ഷേമ സഭയുടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അദ്ദേഹമാണ് എനിക്ക് തീർത്തു തരാം. ഞങ്ങളെ നയിച്ചു തരുന്നതിൽ പാറയ്ക്കാട് ആദ്യത്തിൽ 76 പാറയ്ക്കാട് നാരായണൻ നമ്പൂതിരിയും KSK നമ്പൂതിരിപ്പാട് ട്രഷററും ഇദ്ദേഹം വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള ഒരു കാലത്താണ്. അന്ന് മുതൽക്കാണ് അദ്ദേഹത്തായിട്ട് എനിക്ക് കൂടുതൽ ബന്ധങ്ങൾ ആയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്മരണ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ പോലെയുള്ള ഒരാളെ AV നമ്പൂതിരി, അവണൂർ വാസവൻ നമ്പൂതിരി. അപ്പോൾ ആരോ ചോദിച്ചു, ഈ വാസവൻ ഇതല്ല, അയ്യോ ഇതാ, രണ്ടാളെ ഒരു നാവ് കൊണ്ട് പറയാൻ വയ്യാന്ന് ഒരാൾ പറയാം. അപ്പോൾ എത്ര വ്യത്യാസം ഉണ്ടെന്നാണ്. AV നമ്പൂതിരി എന്ന് പറഞ്ഞ് പെരുമനം ഉപസഭ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. അവണിശ്ശേരി ഇങ്ങനത്തെ അധികം ഉപസഭകളൊന്നുമില്ല, നമ്പൂതിരിമാരുടെ മാത്രം. അത് പെരുമനം ഉപസഭയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമായിരുന്നു. മാത്രമല്ല, ഇംഗ്ലീഷ് ആദ്യമായിട്ട് BA പഠിച്ച അദ്ദേഹമായിരുന്നു. ആ ഇംഗ്ലീഷ് പഠനത്തിൽ നിന്ന് പെരുമനം ഉപസഭയിൽ ആദ്യമായിട്ട് ഡിഗ്രി കിട്ടിയ ആളാണ്. മാത്രമല്ല, ഈ VN നമ്പൂതിരി, അതായത് വെങ്ങല്ലൂർ നാരായണൻ നമ്പൂതിരി, എൻ്റെ ഏട്ടൻ മുല്ലനേഴി രാമൻ നമ്പൂതിരി, മൂർക്കന്നൂർ നമ്പ്യാത്തൻ നമ്പൂതിരി, മൂർക്കന്നൂർ കുഞ്ഞൻ നമ്പൂതിരി, KSK നമ്പൂതിരിപ്പാട്, ഇവരൊക്കെ സ്കൂളിൽ പോയി പഠിക്കാനുണ്ടായ ഒരു കാരണം ഈ AV നമ്പൂതിരിയാണ്
എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ ഉണ്ടായിരുന്നു. ഓർമ്മയ്ക്കാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു പോലെയാണ് അദ്ദേഹം ഈ എ വി നമ്പൂതിരി എന്ന് പറഞ്ഞ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന വാസുദേവൻ മാഷല്ല, മൂർക്കന്നൂർ മരുമകനായിട്ട് ഒരു എ വി നമ്പൂതിരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന വാചകം ഉഷസ്വ എന്ന് ഞങ്ങൾ ഒരു കയ്യെഴുത്ത് പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. അമ്മ കയ്യെഴുത്തിന് പ്രാധാന്യമുള്ളൊരു കാലമായിരുന്നു, 76-80 കാലഘട്ടം, അല്ലെങ്കിൽ 85 വരെ. അപ്പോൾ അതിൽ ഈ വി എൻ നമ്പൂതിരിയുടെ ഒരു ലേഖനത്തിലാണ് ഞാൻ അവസാനം ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു കേട്ടത്. ഈ ആദ്യമായിട്ട് പെരുവനം പുസഭയിൽ നിന്ന് BA പാസ്സായിട്ടുള്ള ആദ്യത്തെ ഒരു അത്ഭുതമായിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവരെ ട്യൂഷൻ കാരണവന്മാരായിട്ടുള്ള നല്ല ബന്ധം, അതുകൊണ്ടാണ് അവർ വേണ്ടാന്നാണ് സ്കൂളിൽ പോയാൽ അബദ്ധമാണ്, ഇംഗ്ലീഷ് പഠിക്കേണ്ട, സംസ്കൃതം പഠിച്ചാൽ മതി എന്നാണ് കാരണവന്മാർ. എന്തായാലും അതിനൊക്കെ തിരുത്തലായി ഇദ്ദേഹം അവരെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരാരും സ്കൂൾ കാണുമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിലുണ്ട്. അവസാനം ഗുണികൾ ഊഴിയിലേറെ വാഴ, നല്ല ആളുകൾ ലോകത്തിൽ അധികം കാലം ഉണ്ടാവില്ല. അദ്ദേഹം ഒരു 35 വയസ്സിനുള്ളിൽ മരിക്കുകയും ചെയ്തു, എ വി നമ്പൂതിരി എന്ന് പറഞ്ഞ ആൾ. എന്തായാലും അതിനുശേഷം ഈ ബ്രഹ്മസം നടത്തുന്ന ഇദ്ദേഹത്തിനെ പുറത്താക്കാനുള്ള കാരണം യോഗക്ഷേമ സഭാ പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അത് കേട്ടിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ഉപസഭയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്നു അദ്ദേഹം. പിന്നീട് പ്രസിഡൻ്റായി. ആ കാലത്ത് ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഈ മണ്ഡപമൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരു കാലത്ത് മണ്ഡപത്തിനല്ല, അമ്പലവും നാറാത്ത അമ്പലവും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായിട്ടുള്ള ഭൂനിയമം കാരണം ഒന്നുമില്ല, പാട്ടം കൊടുക്കില്ല. 57 നിയമം പാസ്സായില്ലെങ്കിലും ആരും പാട്ടം കൊടുക്കാത്തൊരു രീതിയിലായി. അപ്പോൾ പിന്നെ 71-72 കാലത്താണ് അത് നടപ്പായത്. അതുവരെയുള്ള കാലത്ത് ശമ്പളം കൊടുക്കാൻ ആളില്ല, ശാന്തി ചെയ്യാൻ ആളില്ല, ഒന്നിനും ആളില്ല. ആ ഒരു കാലത്ത് ഞങ്ങൾ ഈ 4 ഊരായ്മക്കാരാണ് ഈ ചെറുശ്ശേരിക്കാവ് നാറാത്ത അമ്പലത്തിനുള്ളത്. മൂർക്കന്നൂർ, അവണൂർ, പാറക്കാട്, അക്കൂരം, അല്ലെങ്കിൽ വെങ്ങല്ലൂർ എന്ന് പറഞ്ഞാലേ ഈ നാട്ടിൽ അറിയുള്ളൂ, മറ്റൊരു നമ്പൂതിരിമാരെ അറിയുള്ളൂ. വെങ്ങല്ലൂർ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വി എൻ എന്നാണ്. അതായത് കണ്ണന്നൂരിൽ നിന്ന് ഇവിടെ ഒരു കാലത്ത് വന്ന് താമസിച്ചതാണെന്നാണ് അറിവ്. എന്തായാലും ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ നമുക്ക് ഈ അമ്പലം ഒന്ന് ജീർണോദ്ധാരണം നടത്തണം. നാണുമാഷുണ്ടായിരുന്നു, ഏതാണ്ട് 30 കൊല്ലക്കാലം അവണിശ്ശേരി പഞ്ചായത്തിലെ മെമ്പറും പ്രസിഡൻറ്റൊക്കെ ആയിരുന്നു. അദ്ദേഹവും പൂക്കാട്ടിലെ കൃഷ്ണൻ നായരും പിന്നെ ഈ ഊരാളന്മാർ 4 ആളും കൂടിയിട്ട്. അപ്പോൾ എന്നോട്, ഞാൻ ഊരാളിൽ പെട്ടതല്ല, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധം താനും വരണം, മീറ്റിങ്ങിൽ വേണ്ട അപ്പുറത്തിരുന്നാൽ മതിയെന്നു. ഞാൻ അപ്പുറത്തിരുന്നു. അപ്പോൾ കൃഷ്ണൻ നായർ വർത്തമാനം പറഞ്ഞ്, ഞാൻ എന്താ പറയണ ചെയ്യാൻ ഇവിടെ വെച്ച് ആയതുകൊണ്ട് അതിനൊരു പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഈ അമ്പലമായാൽ ഊരാളന്മാർ ഓടി വരും, അത് ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതാദ്യം തീരുമാനിക്കണം ആർക്കാ. അപ്പം നാണുമാഷ് പറഞ്ഞു, ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ അമ്പലം നമ്മുടെ നാട്ടിലൊന്ന് നേരെ ആവട്ടെ മതിലും വിചാരിച്ചിട്ടാണ്. അതാണ് ഈ വാക്യലിനെ കാണാനും ആധാരം എഴുതാനും എഴുത്തുകാരനെ ഞാൻ പോകാൻ പറഞ്ഞു പോകും. അങ്ങനെ പോകേണ്ട സമയത്ത് ഞാൻ വിളിച്ചു വരും. അങ്ങനെയായിരുന്നു പോകേണ്ട, നല്ലൊരു കാര്യത്തിന് പുറപ്പെട്ടിട്ട് പോകാൻ പാടില്ല. ഊരാളന്മാരെ അവകാശപ്പെട്ട് വരുന്നല്ലേ, അവരെക്കാൾ കൂടുതൽ ഒരു സംഖ്യ കൂടുതലായിട്ട് നാട്ടുകാരുടെ പ്രതിനിധികൾ. അങ്ങനെ 4 ഊരാളന്മാർ. അപ്പോൾ 9 ആണെങ്കിൽ 5 പ്രതിനിധികൾ കമ്മിറ്റിക്കാർ. അവർ പ്രധാന സ്ഥാനം. അപ്പോൾ അവരെഴുതി ഒപ്പിട്ട ഒരാളും എഴുതി അതിനെതിരായിട്ട് അവർ പറയും. അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഒരു കാലത്ത് വിത്തുണ്ടെങ്കിലേ ചെടി ഉണ്ടാവുള്ളൂ, അത് വലുതാവുള്ളൂ. അത് കെടാണ്ട് സൂക്ഷിച്ച് ആക്കിയതിൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിക്കുന്നവരെന്ന് പറയട്ടെ, ഇതിൻ്റെ ഈ ശരിക്കാവ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ആ കാലത്താണ് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം ഞങ്ങൾ നേരെയാക്കാനായിട്ട് നാറാത്ത ശ്രീലകം കൂടിയും പോകാമായിരുന്നു. അതിന് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് കുറച്ച്, പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ ഡിസ്പെൻസറി ഇപ്പോൾ ഉണ്ട് നിങ്ങൾക്കറിയാം, ആ ഡിസ്പെൻസറിയുടെ വടക്കേ ഭാഗത്ത് കൂടി ഒരു വഴി തയ്യാറാക്കുകയാണ് ഊരാളന്മാർ. അതിനുള്ള രേഖകൾ തരാക്കാൻ ഞങ്ങളത് ശരിയാക്കി കൂടാമെന്ന് നാണുമാഷ് പറഞ്ഞ് ആ വഴി അന്ന് ആ നാറാത്ത അമ്പലത്തിൻ്റെ വടക്കേ ഭാഗത്തുള്ള വഴിയും കൂടി അത് ഇതിനൊക്കെ മുൻകൈ നിന്നിരുന്നത് ഇദ്ദേഹമാണ്. എന്നോട് എന്തുണ്ടെങ്കിലും എന്നോട് പറയും, താൻ ഇല്ലാണ്ട് പറ്റില്ല എന്ന് നിർബന്ധമായിട്ട് പറയും. അപ്പം ഞാൻ നിർത്തില്ല. ഈ ചെറുശ്ശേരിക്കാമ്പലം ഒരു സാധാരണ രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങി. ഇപ്പം ഞാൻ യോഗക്ഷേമ സഭയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയി. അപ്പം ഞാൻ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങിന് എനിക്ക് പോകാതിരിക്കാൻ നിർത്തിയില്ല. അപ്പോൾ അയാളെ ഞാൻ പറഞ്ഞ് സമർപ്പിച്ചോളാം, നിങ്ങൾ കമ്മിറ്റിയിലോട്ട് പോകും. അങ്ങനെ 2 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2-3 പ്രാവശ്യം ഞാൻ വരാതിരുന്ന തലേ ദിവസമോ പറയാം. തലേ ദിവസം പറയില്ല, അന്ന് രാവിലെ ഉച്ചതിരിഞ്ഞോ പറയാം ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഞാൻ എഴുതി അയച്ച മീറ്റിങ്ങിന് എനിക്ക് പറയാണ്ട് നിർത്തിയില്ല. അപ്പം ഞാൻ പോവും. അങ്ങനെയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതാണ് കാരണം, എനിക്ക് വരാൻ വിഷമമുണ്ടായിട്ടല്ല. അതിനിടയ്ക്ക് ആ ഒരു സാധാരണ രീതിയിലേക്ക് അതിനെ എത്തിക്കുന്നത് വരെ ആക്കി തീർക്കാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനമായിരുന്നു. ഞാൻ കുറേ അധികം സമയം ഓർമ്മിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ മുമ്പ് ഏട്ടൻ പറഞ്ഞതുപോലെ
അദ്ദേഹത്തിൻ്റെ യോഗക്ഷേമ സമിതിയിലെ ഒരു സ്ഥാനം സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഉദ്ഘാടനം ഔദ്യോഗികമായിട്ട് നടത്തുന്നു. വെങ്ങല്ലൂർ നാരായണൻ നമ്പൂതിരിയുടെ ജീവിത നിമിഷങ്ങൾ കോർത്തിണക്കി ഏകദേശം 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രദർശനം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ബൗദ്ധികവും സാങ്കേതികവുമായ പരിമിതികൾക്ക് അകത്തു നിന്നുകൊണ്ട് നിർമ്മിച്ച ഈ പ്രദർശനം വിനയപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. അധ്യക്ഷ പ്രസംഗത്തിനും ഈ പ്രദർശനത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനുമായി ശ്രീ കൃഷ്ണചന്ദ്രൻ അവറുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ശ്രീ മുല്ലനേഴി ശിവദാസൻ മാസ്റ്റർ, ശ്രീ കാവനാട് കൃഷ്ണൻ നമ്പൂതിരി, ശ്രീമതി വൃന്ദ ദിനേഷ്, ശ്രീ CK സെബാസ്റ്റ്യൻ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തർക്കും എൻ്റെ വിനീതമായ കൂപ്പുകാർ. സ്വാഗത പ്രസംഗത്തിൽ എന്നെക്കുറിച്ച് സതീശൻ പറഞ്ഞ വാചകങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ സംസാരിക്കാം. അതിൽ കുറച്ച് സത്യമുണ്ടെന്നെങ്കിലും അത് പരിപൂർണമായും ശരിയല്ല. ഞങ്ങൾ 5 ആൺമക്കളാണ്. എല്ലാവരും ഒരുപോലെ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ തല്ലൂടാറുണ്ട്, കളിയാക്കാറുണ്ട്, പരിഹസിക്കാറുണ്ട്. എന്നാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിഭവവും ഇതുവരെ കാണിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു സഹകരണ മനോഭാവം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി കുറച്ചെങ്കിലും വിജയപ്രദമായി നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞത് എന്ന് സന്തോഷപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് ഷഷ്ടിപൂർത്തി ആഘോഷിക്കാറുണ്ട്, ശതാഭിഷേകവും ഉണ്ട്. ഇപ്പോൾ ഈയിടെയായി സപ്തതി, അശീതി, നവതി ഈ ആഘോഷങ്ങളും ഇപ്പോൾ വ്യാപകമായി ആഘോഷിക്കപ്പെടുന്നതായിട്ട് നമുക്കറിയാം. എന്നാലും ജന്മശതാബ്ദി എന്നത് അങ്ങനെ എനിക്ക് കേട്ട് പരിചയമുള്ള ഒരു കാര്യമല്ല. ഒരു പക്ഷേ ഒരു പുതിയ കീഴ്വഴക്കം ഞങ്ങൾ സൃഷ്ടിക്കുകയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്തായാലും ജീവിതത്തിൽ നിറവും മനോഹാരിതയും ഒക്കെ വരുന്നത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കൂടി ഉണ്ടാകുന്നതുകൊണ്ടല്ലേ. ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ജീവിതം വളരെ വിരസമാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ പൂർവ്വസൂരികളുടെ ജന്മശതാബ്ദിയൊക്കെ പറ്റുന്ന രീതിയിൽ ആഘോഷിക്കണമെന്നും നമ്മളെ നമ്മളാക്കിയ നമ്മുടെ പൂർവികരെ ഓർക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. യശസ്വിനായ നാരായണൻ നമ്പൂതിരി, എൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര സംഭവബഹുലമായിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇവൻറ്റ്ഫുൾ എന്നൊന്നും നമുക്ക് പറയാനാവില്ല. എങ്കിലും ആദ്യകാലങ്ങളിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും പുരോഗമന ചിന്തകളിലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഒക്കെ സഹകരിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാരണം ഞങ്ങൾ മക്കൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അത്തരം പ്രവർത്തനങ്ങളിൽ അങ്ങനെ കൂടുതലായി വ്യാപകമായതിനെക്കുറിച്ച് ഒരു അറിവ് ഞങ്ങൾക്കില്ല. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കാനുള്ളൊരു പ്രധാന കാരണം ഈ ഉദ്ഘാടന സമയത്ത് സതീശൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം എഴുതി വയ്ക്കുമായിരുന്നു. 1940കളിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ സ്വന്തം കൽപ്പേടയിൽ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാ ലേഖനങ്ങളും പ്രിൻ്റഡ് കോപ്പികൾ ഒന്നും ലഭ്യമല്ല. അത് ബൈൻഡ് ചെയ്തിട്ട് 2 or 3 വോളിയമായിട്ടുണ്ട്. ആ ഇത് കടന്നു പോകുമ്പോഴാണ് എത്ര ഒരു ഉൽപ്പതിഷ്ണുവായിരുന്നു, എത്ര ഒരു പുരോഗമന ചിന്താഗതിക്കാരനായിരുന്നു ഇദ്ദേഹമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 40കളിൽ എഴുതിയ ചില ലേഖനങ്ങളുടെ തലക്കെട്ടുകൾ
സ്ത്രീ സമത്വം 40കളിലാണ് എഴുതുന്നത്. സ്ത്രീ സമത്വത്തേക്ക് ജെൻഡർ ഈക്വാലിറ്റി. ഇപ്പോൾ നമ്മൾ ഫെമിനിസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് വാചാലമായി സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന് എത്രയോ വർഷം, 150 വർഷം മുമ്പ് അല്ലെങ്കിൽ 100-150 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ സമത്വത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു. പിന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പരമ്പരാഗത വിദ്യാഭ്യാസം, വേദ പഠനമല്ല വിദ്യാഭ്യാസം, വേദപഠനമല്ല വിദ്യാഭ്യാസം എന്ന തലക്കെട്ടിൽ അദ്ദേഹം ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 1940. അപ്പോൾ പുതിയ വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആവശ്യകത, പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏത് ദിശയിലേക്ക് പോകണമെന്ന ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ രേഖകൾ വെച്ചിട്ടാണ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 10 മിനിറ്റ് ദൈർഘ്യമുണ്ട്. അപ്പോൾ ആ ലേഖനങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും വായിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതിൽ ഈ രേഖകളിൽ ഏറ്റവും അവസാനം ഒരു രേഖയുണ്ട്, വളരെ കൗതുകമുള്ളതാണ്. കണക്കെഴുത്ത് പുസ്തകം. ലാസ്റ്റ്, ഞാൻ ഇന്ന ദിവസം ആസ്പത്രിയിൽ പ്രവേശിച്ചു, ഞാൻ എല്ലാ കണക്കുകളും എൻ്റെ കയ്യിലുള്ള പൈസയും എൻ്റെ മൂത്ത മകൻ കൃഷ്ണചന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, ഒപ്പ് ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കണക്ക് പുസ്തകം അവസാനിക്കുന്നത്. ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു, ഞാൻ കണക്കെഴുത്ത് നിർത്തിയിരിക്കുന്നു, എൻ്റെ കയ്യിലുള്ള പൈസയും ബാക്കി എല്ലാ കാര്യങ്ങളും മൂത്ത മകനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ട് ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയും ഈ ജീവിത നിമിഷങ്ങളുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നിലുള്ളവർക്ക് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു വരാം. അദ്ദേഹത്തിൻ്റെ ജീവിത നിമിഷങ്ങൾ, ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു റെക്കോർഡുണ്ട്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ ജനന തീയതി, ശരിയായ ജനന തീയതി 1, സ്കൂൾ രേഖകളിലെ ജനന തീയതി വേറൊന്ന് എന്നൊക്കെ എഴുതിയിട്ടുള്ള രേഖകൾ. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം കിട്ടുന്നത്. ഇതാണ് ഈ വീഡിയോനകത്തുള്ളത്. അപ്പോൾ അത് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ സംസാരിച്ചതിന് ശേഷം നമുക്ക് ആ വീഡിയോ കാണാം. ഏകദേശം 10 മിനിറ്റ് ദൈർഘ്യമുണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് VN നമ്പൂതിരി അല്ലെങ്കിൽ എൻ്റെ പേര് VN കൃഷ്ണചന്ദ്രൻ എന്ന് സെർച്ച് ചെയ്താൽ മിക്കവാറും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇനി ഈ സ്മരണാഞ്ജലി ഇനി ബാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു ചിത്രം നിങ്ങൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ 2 വാക്കുകൾ സംസാരിക്കും. ശ്രീ കാമനാട് കൃഷ്ണൻ നമ്പൂതിരി, ശ്രീ CK സെബാസ്റ്റ്യൻ, ശ്രീമതി വൃന്ദ ദിനേഷ്. അതിനുശേഷം അവർ സംസാരിച്ചതിന് ശേഷം, അവരൊക്കെ തിരക്കുള്ള ആളുകളാണ്, അപ്പോൾ അതുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ പോകരുത്, അത്യാവശ്യമാണെങ്കിൽ പോകാവുന്നതാണ്. ഏതായാലും ഈ വീഡിയോ കാണണം. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തി സമയത്ത് അച്ഛൻ്റെ പഴയ കൊളീഗ്സ്, പഴയ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികൾ, ഇവരൊക്കെയായിട്ട് കണ്ടുപിടിക്കാനൊരു ശ്രമം നടത്തി. കുറേ വിജയിച്ചു. 92 വയസ്സുള്ള ഒരു സിസ്റ്റർ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മെർലിൻ. ചിയാരത്തെ ഒരു കോൺവെൻറ്റിലാണ് താമസിക്കുന്നത്. അവരുമായിട്ട് സംവദിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് അത് നിങ്ങളെ കാണിക്കാം. അച്ഛനായിട്ട് ഓർക്കുന്നത്, അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് അതിൽ ഇന്നാളെന്നൊക്കെ ആ 92 വയസ്സുള്ള സിസ്റ്റർ ഓർത്ത് സംസാരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ്. പിന്നെ 75 വയസ്സുള്ള വേറെ ഒരു സിസ്റ്റർ അനില, അച്ഛൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. അവർ ചെയ്ത വികൃതികളെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട്. അതൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ മാത്രമാണ്. പിന്നെ ഒരു വീഡിയോ അച്ഛൻ്റെ ഏറ്റവും ആദ്യത്തെ ശിഷ്യൻ എന്ന് പറയാവുന്ന മുല്ലനേഴി തുപ്പൻ നമ്പൂതിരി, സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ഡോക്ടർ മുല്ലനേഴി, ഈ വരാൻ പോകുന്ന മെയ് മാസത്തിൽ 90ാമത്തെ ജന്മദിനമാണ്, നവതി ആഘോഷിക്കുന്ന മുല്ലനേഴി. അദ്ദേഹം ഇപ്പോൾ പൂനെയിലാണ്. അദ്ദേഹവും ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്, അതും നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമാണ് 3 വീഡിയോ പ്രദർശനത്തിലുള്ളത്. പിന്നീട് രാജലക്ഷ്മി ടീച്ചർ എത്തിയിട്ടുണ്ട്. അവർക്ക് സ്റ്റേജിൽ വരണമെന്നില്ല, താഴത്തുനിന്ന് സംസാരിക്കാനാണെങ്കിൽ 2 വാക്ക് സംസാരിക്കാനും അവസരമുണ്ടാകും. തുടർന്ന്
ഏതെങ്കിലും സ്മരണകൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് സംസാരിക്കാവുന്നതാണ്. അത് ആരെങ്കിലും വന്ന് സംസാരിക്കാൻ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് ഒരു ചെറിയൊരു വീഡിയോ കൂടിയുണ്ട്. എൻ്റെ മകൻ, അതായത് വി നാരായണ നമ്പൂതിരിയുടെ പൗത്രൻ നവനീത് എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയിലെ ഏറ്റവും എൽഡസ്റ്റ് വെങ്ങല്ലൂർ. ഇപ്പോൾ ഇവിടെ എല്ലാ വിദേശത്താണ്, അതുകൊണ്ട് ഇപ്പോൾ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ നവനീത് അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പ് കൂടി ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവസാനമായി വെങ്ങല്ലൂർ നാരായണ നമ്പൂതിരിയുടെ സ്മരണ കഴിയുന്നത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു എൻഡോമെൻ്റ് ഏർപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നു. ആ എൻഡോമെൻറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇത്രയുമാണ് ഇനി ബാക്കിയുള്ള പ്രോഗ്രാമുകൾ. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പറയുന്നു. നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരു തമാശ കൂടി പറയാം. ഞങ്ങൾക്ക് ക്ഷണക്കത്ത് അയച്ചതിൽ ഭക്ഷണമുണ്ട് എന്നൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ചിലർ ചോദിച്ചു ഭക്ഷണമില്ലേ, വെറും മീറ്റിംഗ് മാത്രമേ വേണ്ടു, മീറ്റിംഗ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാമോ? അങ്ങനെയല്ല, ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഊണ് കഴിച്ചതിന് ശേഷമേ എല്ലാവരും പോകാവൂ കേട്ടോ. അത് എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ക്ഷണക്കത്തിലും ഇവിടെ ഈ ബാനറിൽ ഏറ്റവും മുകളിൽ എഴുതിയ വാചകം, ബാനറിൻ്റെ ഏറ്റവും മുകളിൽ എഴുതിയ വാചകം നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ എന്നറിയില്ല. ഇതാണ് വാചകം: വലിയ മനുഷ്യരുടെ വലിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ചെറിയ മനുഷ്യരുടെ ചെറിയ പ്രവർത്തനങ്ങൾ കൂടി ചേർന്നതാണ് മനുഷ്യൻ്റെ ചരിത്രം. വലിയ മനുഷ്യരുടെ വലിയ പ്രവർത്തനങ്ങൾ, അത് മാത്രമല്ല, അവരുണ്ടായതുകൊണ്ട് മനുഷ്യൻ്റെ ചരിത്രം മുന്നോട്ട് പോവില്ല. ചെറിയ മനുഷ്യരുടെ ചെറിയ പ്രവർത്തനങ്ങൾ കൂടി ചേർന്നതാണ് മാനവ ചരിത്രം. ഈ ഒരു കാഴ്ചപ്പാടാണ് ഈ ജന്മശതാബ്ദി ആഘോഷിക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് എന്ന് പറയാം. അതാണ് അതിൻ്റെ പിന്നിലുള്ള കാഴ്ചപ്പാട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.
വെങ്ങല്ലൂർ കുടുംബാംഗങ്ങളെ പ്രത്യേക നമസ്കാരം. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ചതിലും ഈ അവസരം ലഭിച്ചതും ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ് ഈ അവസരം ലഭിച്ചതിനും ആദ്യമായിട്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ ശ്രീ സതീശേട്ടൻ സംസാരിച്ചു. പാലശ്ശേരി ഉപസഭ ഏറ്റവും കേരളത്തിൽ ആദ്യമായിട്ട് രൂപീകൃതമായ ഉപസഭയാണെന്ന്. തീർച്ചയായിട്ടും ആ ഉപസഭയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് യോഗക്ഷേമ സഭയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് അഭിമാനം ആണ്, സന്തോഷമാണ്. അത് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ പറയുകയാണ്. ശ്രീ വെങ്ങല്ലൂർ നാരായണൻ നമ്പൂതിരിയെ പറ്റിയിട്ട് ഹൃദ്യമായ ഒരു ഡോക്യുമെൻ്ററി, ശരിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു ഇത്. സതീശേട്ടൻ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആ ചിട്ട അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനുള്ള കഴിവ്, ആ കഴിവ് അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറകൾക്ക് മക്കൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ദൃഷ്ടാന്തമാണിത്. ഓരോ ഡോക്യുമെൻറ്റും കൃത്യമായിട്ട് എടുത്തു വച്ച് അത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് അത് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം എനിക്ക് ഏറ്റവും അതിൽ തോന്നിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ തോന്നിയത് ബ്രഹ്മസമ്മടത്തിൽ വേദാഭ്യാസമല്ല, അതോടൊപ്പം വേദാഭ്യാസം മാത്രമല്ല, അതോടൊപ്പം ആധുനിക വിദ്യാഭ്യാസത്തിനും ഊന്നൽ കൊടുക്കണം എന്നുള്ള ചിന്താഗതി. ഒരു പക്ഷേ ആ ചിന്താഗതിയുടെ ഫലമായിട്ടാണ് എത്രയോ അനവധി ആൾക്കാർ ബ്രഹ്മസമ്മതത്തിലെ വേദത്തോടൊപ്പം ആധുനിക വിദ്യാഭ്യാസത്തിൽ പഠിച്ചിട്ട് ഒട്ടനവധി ജോലി നേടിയ അനവധി ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അവരുടെയൊക്കെ ഒരു ആ ഇന്നത്തെ ജീവിതത്തിലെ ഒരു ആ മേഖലയിൽ എത്തിച്ചേർന്നതിനുള്ള ഒരു കാരണം ഇദ്ദേഹമാണെന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ പൂർവ്വസൂരികളെ അനുസ്മരിക്കുമ്പോൾ കേവലം അനുസ്മരണത്തിൽ ഒതുക്കാതെ അവരുടെ ആ ലക്ഷ്യം, പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം സാധൂകരിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ പിന്തുടരുക എന്ന് തന്നെയാണ് അനുസ്മരണങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയ്ക്ക് വിദ്യാഭ്യാസ എൻഡോമെൻ്റ് ഏർപ്പെടുത്താനുള്ള തീരുമാനം ശ്ലാഘനീയമാണ്. അതിന് യോഗക്ഷേമ സഭ വഴി വേണമെന്നുള്ള ആ ചിന്താഗതിക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. എനിക്ക് അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള പരിമിതമായ അറിവുകളേ ഉള്ളൂ. ഈ തലക്കെട്ട് വലിയ വലിയ കാര്യങ്ങൾ, വലിയ മനുഷ്യർ വലിയ പ്രവർത്തനങ്ങളോടൊപ്പം ചെറിയ മനുഷ്യർ ചെറിയ പ്രവർത്തനങ്ങളുമാണ് മാനവ ചരിത്രം എന്ന് പറഞ്ഞു. പക്ഷേ വലിയ മനുഷ്യരുടെ വലിയ പ്രവർത്തനത്തിൻ്റെ മറവിൽ ചെറിയ മനുഷ്യരുടെ ചെറിയ പ്രവർത്തനങ്ങൾ മുങ്ങിപ്പോകുന്ന അവസരത്തിൽ ഇത്തരം സ്മരണാഞ്ജലി തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ആ ഓർമ്മകൾ ഉതകും എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിക്കുന്നതിന് അടുത്തതായി ശ്രീമതി വൃന്ദ ദിനേശ് അവരുകളെ ക്ഷണിക്കുന്നു. എങ്കിലും വെങ്ങല്ലൂർ മനയിലെ ഇപ്പോഴത്തെ തലമുറയിലെ അംഗങ്ങളുമായി അടുത്ത സൗഹൃദവും സ്നേഹവും പുലർത്തുന്ന ഒരു വ്യക്തിയാണ് അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി വൃന്ദ ദിനേശ്. ആശംസകൾ അർപ്പിക്കുന്നതിന് ശ്രീമതി വൃന്ദ ദിനേശിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ നമ്മുടെ അവതാരക പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനൊരു ക്ഷണം കിട്ടിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. എനിക്ക് ഇത് ആളെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയില്ല, അദ്ദേഹത്തെക്കുറിച്ച് അറിവില്ല. അതിപ്പോൾ പറഞ്ഞ നമ്മുടെ ഇവിടെ ഹെഡിങ് ഒരെണ്ണം വെച്ചതുപോലെ തന്നെ ചെറിയ മനുഷ്യരുടെ കാര്യങ്ങൾ ആരും അറിയാതെ പോവരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഈ വാക്യം അത് ഇവിടെ അർത്ഥവത്താവണമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെപ്പോഴും ചരിത്രത്തിൽ പേരുകൾ വന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ഓർമ്മ വയ്ക്കുന്നുള്ളൂ, അല്ലേ? ഇതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇങ്ങനെ സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ച് നമ്മൾ അറിയാണ്ട് പോവാണ്. ഇതുപോലുള്ള ഒരു പരിപാടിയിലൂടെ ഈ വെങ്ങല്ലൂർ കുടുംബാംഗങ്ങൾ നടത്തിയ ഈ ഒരു പരിപാടിയിലൂടെ അദ്ദേഹത്തെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഇങ്ങനൊരു ക്ഷണം എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് പേരെ മാത്രമേ പരിചയമുള്ള മുഖങ്ങളുള്ളൂ, കൂടുതലും പരിചയമില്ലാത്ത മുഖങ്ങളാണ്. കുറേ പേരൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം.
ഇങ്ങനെയുള്ളൊരു കുടുംബ കൂട്ടായ്മ ഇനിയും തുടർന്ന് നടന്നുകൊണ്ട് പോട്ടെ. വളരെ ബലത്തോടും കൂട്ടായ ഒരു പ്രവർത്തനം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആശംസ അറിയിച്ച ആൾ പറഞ്ഞ പോലെ തന്നെ ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആൾ തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ളൊരു പരിപാടികളിൽ കൂടെ മാത്രം അവസാനിപ്പിക്കാതെ തുടർന്നും ആളുടെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമ്മൾ തുടർന്നും നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. പ്രത്യേകിച്ച് ഔദ്യോഗിക പദവികളോ സ്ഥാനങ്ങളോ ഇല്ലാത്ത ഒരു വ്യക്തിയെയാണ് ആശംസകൾ അർപ്പിക്കുന്നതിന് അടുത്തതായി ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഈ പ്രദേശത്തെ ഒരു പൗരപ്രമുഖൻ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ജീവിതവൃത്തി പലചരക്ക് കച്ചവടമാണെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹം വെറുമൊരു കച്ചവടക്കാരൻ മാത്രമായിരുന്നില്ല. 3 തലമുറകളായി നിലനിൽക്കുന്ന സൗഹൃദ ബന്ധം ശ്രീ സെബാസ്റ്റ്യൻ്റെ കുടുംബവും യശശരീരനായ നാരായണൻ നമ്പൂതിരിയുടെ കുടുംബവും തമ്മിലുണ്ട്. കഷ്ടപ്പാട് കാലത്ത് അവർ നീട്ടിയ സഹായഹസ്തങ്ങൾ ഞങ്ങൾ കൃതജ്ഞതയോടെ ഓർക്കുന്നു. എൻ്റെ വന്ദനം. അതിനേക്കാൾ ഉപരി ഇന്ന് ഓർമ്മ ആചരിക്കുന്ന ആ തിരുമേനി മാഷക്ക് എൻ്റെ എല്ലാവിധ സ്മരണാഞ്ജലികളും ഞാൻ അർപ്പിക്കുന്നു. ഈ വേദിയിൽ ഇവിടെ വന്നു നിൽക്കാനുള്ള എൻ്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ മുല്ലനേഴി തിരുമേനി മാഷ് ചോദിച്ച മാതിരി ആദ്യം മുതൽക്ക് തന്നെ എൻ്റെ PDLന് സമ്മാനം വാങ്ങിക്കാറുണ്ട് എന്ന് ചോദ്യം. അപ്പോൾ ഒരു 60-നും 70-നും ഇടയ്ക്ക് കൊല്ലങ്ങൾക്ക് ഉള്ളിൽ ഇവിടെ ഈ പരിസരത്തുള്ള ഭൂരിപക്ഷം വീട്ടുകാരുമായിട്ടും പലചരക്ക് സാധനങ്ങൾ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധം ഉണ്ട്. അതിനേക്കാൾ ഉപരി തിരുമേനി മാഷ് ഇന്ന് കേട്ട ഈ ഇതിലുള്ള ആ പ്രവർത്തന മണ്ഡലങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും വലിയ മനുഷ്യരുടെ വലിയ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ചെറിയ മനുഷ്യരുടെ ചെറിയ പ്രവർത്തനങ്ങൾ കൂടി മാനവ ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നുള്ള ഒരു ആപ്തവാക്യം വാസ്തവത്തിൽ എന്നെ ഇവിടെ ഇരുത്തുന്നതിന് പ്രേരിപ്പിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനിവിടെ കയറി വന്നു എന്നുള്ള എന്നോടുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടുമായിരുന്നില്ല. തിരുമേനി മാഷേക്കാൾ ഉപരി തിരുമേനി മാഷോട് ഇന്ന് കേട്ട ആ ചരിത്രപരമായിട്ടുള്ള ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും വാസ്തവത്തിൽ അവരുടെ മക്കളായിട്ട് ഇടപഴകുമ്പോൾ ഒന്നും ഞാൻ എൻ്റെ അറിവിലേക്ക് പകർന്നു കിട്ടിയിട്ടില്ല എന്നർത്ഥം. അല്ലാതെ ആവശ്യമില്ലാത്ത വലിയ കാര്യങ്ങൾ അത് കൊട്ടിഘോഷിക്കേണ്ട എന്നുള്ള ഒരു വലിയ മനസ്സിൻ്റെ അവസ്ഥയായിരിക്കാം എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാൻ കഴിയാതിരുന്നത്. തിരുമേനി മാഷയുടെ മൂത്ത മകന് അന്നത്തെ കാലത്ത് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതയുടെ ഒരു അവാർഡ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കും ഒരു സാധാരണ ഇന്നൊക്കെ ഏറ്റവും വലിയ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അതിനുള്ള യോഗ്യതകളുള്ളൂ. ഏത് വിധത്തിലായാലും അന്ന് പാലക്കൽ സ്കൂളിൽ ഏറ്റവും സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു വഴി തിരുമേനി മാഷയുടെ മകന് ദൈവം കൊടുത്തു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നർത്ഥം. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള ചിന്തകളും ഭൗതിക ജ്ഞാനം, ഈശ്വരജ്ഞാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ചിന്തകളും പ്രധാനപ്പെട്ട മാസികകൾ വായിക്കാറുണ്ട്. അതിലൊന്നാണ് ഇപ്പോഴത്തെ ഈ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും പോയുള്ള അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബഹിരാകാശ സോമനാഥനും ഒരു VJ ജെയിംസുമായിട്ടുള്ളൊരു ലേഖനം മാതൃഭൂമിയിൽ വായിക്കാൻ എനിക്കിട വന്നു എന്നർത്ഥം. ഇതൊക്കെ വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ഭൗതിക ജ്ഞാനവും ആത്മീയ ജ്ഞാനവും ഒരു തരത്തിൽ എല്ലാം ഒരു സമന്വയത്തിൻ്റെ അവസ്ഥയിലാണെന്നാണ് തോന്നുന്നത്. നമുക്ക് തോന്നുന്നത് മാത്രം ഞാൻ വലിയ യുക്തിവാദിയാണ്, ഞാൻ വലിയ നിരീശ്വരവാദിയാണ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇതെല്ലാം മാനവരാശിയുടെ ഏതോ തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ഓരോ ഘടകങ്ങളിലുള്ള ഉയർച്ചകളുടെ മാറ്റങ്ങളുടെ ഒരവസ്ഥയാണ്. ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധാരണഗതിയിൽ കഴിയില്ല എന്നർത്ഥം. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തിരുമേനി മാഷയുടെ സമയത്ത് ചിതയിൽ ശരീരം വയ്ക്കാൻ പോകുന്ന സമയത്ത് ഒരു മണിക്കോട് അടുത്ത സമയത്ത് ആരോ തിരുമേനി മാസ്റ്റർ മകൻ പുറമേ നിന്ന് വരാനുണ്ടായിരുന്നു. അത് കാത്തു നിന്ന് ഞാനും കൂടി അതിന് സാക്ഷിയായി ഇവിടെ നിന്നിരുന്നു എന്നർത്ഥം. ഇത് കഴിഞ്ഞ് അവസാനം ഞാൻ പോകുമ്പോൾ അന്ന് ഞാനൊരു നിരീശ്വര യുക്തിവാദിയായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇടവഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, പലരും ഈ സെമിട്രികളിൽ ഇങ്ങനെ ദുഷ്ടാത്മാക്കൾ വരും,
പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തിന് വിശ്വാസമില്ലാത്ത പിന്നെ എന്തിനു ഞാൻ ദുഷ്ടാത്മാക്കളെ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യം എന്നോട് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ഭയത്തിൻ്റെ അംശങ്ങളും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടു നടന്നു. തിരുമേനി മാഷയുടെ ഇന്നത്തെ പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചരിത്ര സ്മരണകൾ ഓർക്കുമ്പോൾ ഇതൊന്നും എൻ്റെ അറിവിലേക്ക് അന്നത്തെ അവസ്ഥയിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നർത്ഥം. തിരുമേനി മാഷ് ഒരു ഹരിദാസ് അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. അതിൽ ഞാനും അപ്പം അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആ ബന്ധങ്ങളിലൂടെ ഇവിടെ ഇല്ലത്ത് വരാനും ഒരുപാട് സംസാരിക്കാനും സമയം പോക്കാനുമുള്ള അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരാളുടെയും വീട്ടിലേക്ക് ഞാൻ പോകാൻ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ ഞാൻ ആരെയും ക്ഷണിക്കാറുമില്ല. അതിനുള്ള അവസരം എനിക്കില്ല എന്നർത്ഥം പറഞ്ഞ കാര്യം അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ ഈ ഒരു വലിയ വേദിയിലേക്ക് എനിക്ക് സംസാരിക്കാൻ ഇടം നിന്ന ഇതിൻ്റെ എല്ലാ സംഘാടകരോടും മക്കളോടും പ്രത്യേകിച്ചും എൻ്റെ എല്ലാ വിധത്തിലുള്ള സ്നേഹാശംസകൾ ഞാൻ നിറവേറ്റിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. യശശരീരനായ നാരായണൻ നമ്പൂതിരിയുടെ സഹപ്രവർത്തകരുമായും വിദ്യാർത്ഥികളുമായും ബന്ധപ്പെടാൻ തീവ്ര ശ്രമം നടത്തുകയുണ്ടായി. ഏതാനും പേരെ കണ്ടെത്താനും കഴിഞ്ഞു. പ്രായാധിക്യം കൊണ്ട് സ്മരണാഞ്ജലിയിൽ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചുവെങ്കിലും വീഡിയോ സന്ദേശങ്ങൾ വഴി അവരിൽ ചിലർ ഞങ്ങളെ അനുഗ്രഹിക്കുകയുണ്ടായി. ഈ വീഡിയോ സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവയിൽ ആദ്യത്തേത് നാരായണൻ നമ്പൂതിരിയുടെ സഹപ്രവർത്തകയായിരുന്ന സിസ്റ്റർ മെർലിൻ്റേതാണ്. വീഡിയോ അവതരിപ്പിക്കുന്നതിന് ശ്രീ രാമചന്ദ്രൻ അവരുകളെ ക്ഷണിക്കുന്നു. 1963 ജനിച്ച ശ്രീ രാമചന്ദ്രൻ നാരായണൻ നമ്പൂതിരിയുടെ 5ാമത്തെ സന്താനമാണ്. ദീർഘകാലം വൈദ്യരത്നം ആയുർവേദ കോളേജിൽ ജോലി ചെയ്ത് വിരമിച്ചതിനു ശേഷം ഇപ്പോൾ മന്ത്രതന്ത്ര പൂജാദികളിൽ വ്യാപൃതനായി ജീവിതം നയിക്കുന്നു. ശ്രീ രാമചന്ദ്രൻ അവരുകളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട് അവിടെയാണ്. അദ്ദേഹം നമ്മുടെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു സിസ്റ്റർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയണം, ഉണ്ടെങ്കിൽ അവർ ആരോഗ്യവതിയാണോ, സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു പോന്നു. അദ്ദേഹം പിറ്റേ ദിവസം പള്ളിയിൽ പോയി അന്വേഷിച്ചു. അന്ന് ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, ഈ സിസ്റ്റർ ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല, ഇവിടെ ഇല്ല, ചിയാരം കോൺവെൻറ്റിലില്ല. അവർ മുണ്ടുപാലത്തിൻ്റെ അവിടെ കൃപാതീർത്ഥം എന്ന് പറഞ്ഞ കോൺവെൻറ്റിലാണ് താമസം. അവിടെ പോയാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് പോന്നു. 2-4 ദിവസം കഴിഞ്ഞപ്പോൾ വർഗീസ് വീണ്ടും എന്നെ വിളിച്ചു, തിരുമേനി കൃപാതീർത്ഥത്തിൽ പോയിട്ട് കാര്യമില്ല, ആ സിസ്റ്റർ ഇപ്പോൾ മൗനവ്രതത്തിലാണ്, ആരുമായും സംസാരിക്കില്ല, ആരെയും കാണാനും അനുവദിക്കില്ല, അങ്ങനെയുള്ളൊരു കോൺവെൻ്റാണ് അവിടെ എന്നാണ് പറഞ്ഞത്. എന്തൊരു കഷ്ടം നോക്കണം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വർഗീസേട്ടൻ എന്നെ വിളിച്ചു, തിരുമേനി പോയി ചോദിച്ചോളൂ, നമ്മളെ ആവശ്യം പറഞ്ഞാൽ അവർ ചിലപ്പോൾ മുഖദർശനം തരും, അങ്ങനെ അവരെ കാണാൻ പറ്റും എന്നാണ് അവരന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ സിസ്റ്ററിനെ കാണാനായിട്ട് അങ്ങോട്ട് പോയി. ആ കോൺവെൻറ്റിൽ പോയി. ആരും പുറത്ത് കാണാനില്ല, കോളിംഗ് ബെല്ല് ഇല്ല, അന്വേഷിക്കാൻ ആരുമില്ല. അപ്പോൾ അക്ഷരം പ്രതി ശരിയാണെന്ന് വിചാരിച്ചു, മൗനവ്രതം തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പോരാൻ നിൽക്കുമ്പോൾ ഉള്ളിലൊരു സിസ്റ്ററെ കണ്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മെർലിൻ എന്ന പേരുള്ള സിസ്റ്റർ ഇവിടെ ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ തല കുണിക്ക്, മിണ്ടാത്ത സിസ്റ്റർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങോട്ട് വന്നു, അവരോട് സംസാരിച്ചു. മെർലിൻ സിസ്റ്റർ വന്നു. അച്ഛൻ റിട്ടയർ ചെയ്തപ്പോഴത്തെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ വളരെ ആക്റ്റീവാണ്, ബുദ്ധിക്ക് കുഴപ്പമില്ല, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക് യാതൊരു കുഴപ്പമില്ല. അവർ ഈ ഫോട്ടോ കണ്ട് ഇതാ ടീച്ചർ, ഇത് ഈ ടീച്ചർ, ഇതേ നമ്മുടെ രാജലക്ഷ്മി ടീച്ചർ, പാട്ടുകാരി ടീച്ചറാണ്, ഇതേ ഇരിക്കുന്നു, ഇവരിറങ്ങും അവരിറങ്ങി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരുടെ വീഡിയോ, പല വീഡിയോകളും എടുത്തു. അവരെപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർത്തമാനം പറയില്ല, ഇടയ്ക്ക് പറയും ഇടയ്ക്ക് പറയില്ല. അപ്പോൾ കുറേ വീഡിയോ ക്ലിപ്പിംഗ് എടുത്തു. അതിലത്തെ ഒരു ക്ലിപ്പിങ്ങിലാണ് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പറയുന്ന ഒരു ക്ലിപ്പ് കിട്ടി. അതാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ വന്നത്. എല്ലാവരും അതൊന്ന് കാണുക. അങ്ങനെ ഒരു വിഷമങ്ങളൊന്നും ഇല്ല, നല്ല സാധനമായിട്ട് പറ്റുന്നത്. ഞാൻ ന്യൂസിൽ ഭയങ്കര സ്വരത്തിലാണ് ക്ലാസ് എടുക്കുക. അന്നൊക്കെ അപ്പോഴൊക്കെ ഇവരൊക്കെ എന്നെ ഉപദേശിക്കും,
പിന്നെ ഇങ്ങനെ അക്രാതിങ്ങനെ സ്വരം എടുത്തിട്ട് ക്ലാസ് എടുക്കുന്നതാണ്. അല്ലാന്ന് പറയുന്നത് ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് ചെയ്തായിരുന്നു ആൾക്കാർ. അച്ഛനൊക്കെ ശാന്തമായിട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കുക ക്ലാസ്സിലൊക്കെ. ഞാനത് ചെയ്ത ക്ലാസ്സിൽ ചെന്നാൽ സ്വരം എടുത്തിട്ട് ഭയങ്കര സ്വരം. അപ്പോൾ അവർക്കൊന്നും കൂടി ഇരിക്കാൻ പറ്റില്ല. ക്ലാസ് റൂം ഇങ്ങനെ വെയിറ്റിങ്ങിൽ ഇരിക്കുന്ന സ്ഥലം അവരിരിക്കുന്ന വേറെ പറയാൻ കിട്ടാണ്ട് തുടങ്ങി. അപ്പോൾ അവരൊക്കെ നല്ല ശാന്തമായിട്ടിരിക്കും. അപ്പോൾ ഞാനും ഭയങ്കര ഉറക്കത്ത് സ്വരം എടുത്തിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ. അപ്പോൾ അന്നൊക്കെ ഞാൻ ചെറുപ്പമല്ലേ പിന്നെ. അപ്പോൾ നിങ്ങൾക്ക് സ്വരം നമുക്ക് അറിയുന്നില്ല, നമ്മളറിയുന്നില്ല. ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇങ്ങനെ കേൾക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ദൈവമേ, വിജയ വിജയ വിജയ. പിന്നെ ഇത് മെരിയമ്മ പറയണു. ഇത് ജാമിന. ജാമിന. ഇതാരാണ്? നല്ല ഓർമ്മയുണ്ട്. അത് നമ്മുടെ മരിച്ച സർവീസിയ. സർവീസിയ. ഇത് ക്രിസ്തയമ്മ. ഇത് മേരിയമ്മ അല്ല. ഇത് എനിക്ക് മനസ്സിലായി. ഇതേ മനര എക്സ്പെക്റ്റ പൊടിച്ചെടുത്തി. ഇതേ മനര ഇപ്പോഴേക്ക് പോയി പാലക്കാട് പോയിട്ടുള്ളതാ. ഞങ്ങൾ കുറച്ചുകൂടി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി. ഇങ്ങനെ അവിടെ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ട് നിന്നപ്പോഴേ അയ്യോ എടുത്തിട്ട് കട്ടുകാരൻ്റെന്ന് മരിച്ചു. ഇപ്പം അടുത്ത കാലത്ത് മരിച്ചത്. നേരത്തെ സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടുത്തെ HM ഇവിടെ ആ സമയത്ത് പഠിച്ച ഒരു സിസ്റ്റർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അനില സിസ്റ്ററാണ് അവരുടെ പേര്. അവരെ വേണമെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വിളിക്കണ്ട, ഞാൻ ഒറ്റയ്ക്കാൻ വന്നിരിക്കണ്ടേ. വീട്ടിലെ ഏട്ടനോ ചേച്ചിയോ ഇവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ വന്നിട്ട് വിളിച്ചാൽ മതി. അവരായിട്ട് സംശയിക്കും. അതിനെന്താ, ഒരു കുഴപ്പമില്ല, 75 വയസ്സായി അവർക്ക്, നടക്കാൻ വിഷമമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വേണ്ട അവരിങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അവരെന്നേക്കാൾ പയറുമണി പോലെ അവർ നടന്നു വരുന്നത്. അവരിങ്ങോട്ട് വന്നു. അവർ കുറേ എന്താ പറയണ്ട, അവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അച്ഛനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ അച്ഛൻ പഠിപ്പിക്കണ സമയത്ത് അവർ ക്ലാസ് ലീഡറായിരുന്നു അനില സിസ്റ്റർ. അപ്പം അന്ന് ഒരു ദിവസം എല്ലാ ദിവസവും അതാത് പീരീഡ് തുടങ്ങുമ്പോൾ അതാത് സബ്ജക്റ്റ് ബോർഡിൽ എഴുതിയിടണത്ര ആ കാലത്ത്. അപ്പോൾ ഹിന്ദി എഴുതി ഇടും ബോർഡിൽ. അത് നോക്കിക്കൊണ്ടാണ് അച്ഛൻ ക്ലാസ്സിലേക്ക് വരിക. ഒരു ദിവസം ആരോ ഹിന്ദിക്ക് പകരം കിണ്ടി എന്ന് എഴുതിയിട്ടു. അച്ഛൻ അത് നോക്കിയിട്ടാണ് വരുന്നത്. ഇത് വരുമ്പോഴേക്കും മായ്ക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് എഴുതിയിട്ടത്. പക്ഷേ മായ്ക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛൻ ബോർഡിലേക്ക് നോക്കി, ആരാ അത് എഴുതിയിട്ടതെന്ന് ചോദിച്ചു. ആരും ഒന്നും മിണ്ടണില്ല. ആ ലീഡറോട് എണീറ്റ് നിൽക്കാൻ പറഞ്ഞു. ലീഡറോട് ചോദിച്ചു ആരാ എഴുതിയിട്ടതെന്ന്. ലീഡർ തല താത്തിയിട്ട് പറഞ്ഞു ഞാനാ എഴുതിയിട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നിന്നിൽ നിന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഇനി മേലിൽ ഇങ്ങനെ ഉണ്ടാവരുത് എന്നൊരു താക്കീത് കൊടുത്തു. അവർ എന്നിട്ട് സ്റ്റാഫ് റൂമിൽ പോയിട്ട് അച്ഛൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. ഇതൊന്നും വീഡിയോയിൽ പകർത്തിയിട്ടില്ല. ഇതെന്താ പറയാഞ്ഞത് ഞാൻ ചോദിച്ചു. അത് മാഷെ ഇൻസൾട്ട് ചെയ്യലാവും, നിന്നോട് വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അതാണ് എന്നോട് പറഞ്ഞത്. വീഡിയോയിൽ ഇതില്ല, എല്ലാവരും അവരുടെ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കും. കുട്ടികൾക്കൊക്കെ സാറിനെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്കൂളിലെ 3 സാറുമാരാണ്. അവർ വളരെ സിൻസിയറായിട്ട് ക്ലാസ് എടുക്കുകയും അതുപോലെ തന്നെ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കണം എന്നുള്ള വലിയ ഒരു ഡെഡിക്കേഷനുള്ള സാറന്മാരായിരുന്നു 3 പേരും തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് ഹിന്ദി മാഷ് കൊടുക്കുമ്പോഴും അതുപോലെ അത് വലിയ സന്തോഷമാണ്. മാഷ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സെക്കൻഡ് കളയില്ല. മണിയടിക്കുമ്പോഴേക്കും സാർ അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ലീഡറായിരിക്കുമ്പോൾ അവിടെ ഓരോ പീരീഡും ഞങ്ങൾ ബോർഡിൽ ആ വിഷയം എഴുതിയിടും.
അപ്പോൾ അവിടെ ഹിന്ദിയിൽ നിന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. മണിയടിച്ച് കഴിയുമ്പോഴേക്കും പിന്നത്തെ പീരീഡിൻ്റെ ഇത് അവിടെ ഇത് എഴുതും. അപ്പോൾ അവിടെ ഹിന്ദിയിൽ എഴുതിയിട്ട് ബോർഡിൽ നോക്കിയിട്ടാണ് സാറ് വരിക. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും ഒരു സെക്കൻഡ് പോലും സമയം കളയാതെ സാറ് ക്ലാസ്സിലേക്ക് വരികയും അതുപോലെ തന്നെ നന്നായിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയും നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ഞങ്ങളെയൊക്കെ ഹിന്ദി നന്നായിട്ട് പഠിപ്പിച്ചിട്ടുള്ള മാഷാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് മാഷെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ നന്ദിയും സന്തോഷവും അതിലേറെ മാഷ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം പൊതുവെ എനിക്കുണ്ട്. കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലാ സാറുമാരും വളരെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് എല്ലാവർക്കും സുപരിചിതനായ ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഡോക്ടർ മുല്ലനേഴി അഥവാ MNS നമ്പൂതിരി അഥവാ നമ്മുടെ എല്ലാം തുപ്പേട്ടൻ. അദ്ദേഹം ആണ് ഈ വീഡിയോയിൽ അച്ഛനെക്കുറിച്ച് സ്മരിക്കുന്നത്. അച്ഛൻ്റെ ഔദ്യോഗിക ശിക്ഷണത്തിലുള്ള ഒരു വിദ്യാർത്ഥിയല്ല തുപ്പേട്ടൻ. സ്കൂളിലോ മറ്റ് ബ്രഹ്മസമ്പടത്തിലോ ഒന്നും തന്നെ അല്ല അദ്ദേഹത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് ട്യൂഷൻ എന്നുള്ള ഒരു സമ്പ്രദായത്തിൽ ഉള്ള ഒരു അധ്യാപനം ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അച്ഛനെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയായിരുന്നു തുപ്പേട്ടൻ. തന്നെയുമല്ല അച്ഛൻ്റെ പ്രവൃത്തികൾ, അച്ഛൻ്റെ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തന്നെയുമല്ല തുപ്പേട്ടൻ എന്ന് പറയുന്ന ആൾ സ്വയം നിർമ്മിച്ച ഒരു സെൽഫ് മെയ്ഡ് മാനാണ്. തന്നെയുമല്ല അതിലേറെ ഇന്നും അഭിമാനം കൊള്ളുന്ന ആളാണ്. ഇതിൻ്റെ അവതരണത്തിൽ തുടക്കം വലിയേട്ടൻ പറയണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല, പൂനെയിൽ മകൻ്റെ ഒപ്പമാണ് താമസം. വരാനുള്ള പ്രായാധിക്യം മൂലമാണ് വീഡിയോയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ സന്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് അവതരിപ്പിക്കുന്നതിന് വളരെയേറെ സന്തോഷം. യശശരീരനായ VN എന്ന് എല്ലാവരും അറിയപ്പെട്ടിരുന്ന അക്കൂര മാഷിലെ 100ാം ജന്മദിനം സ്മരിക്കുന്ന ഇന്നത്തെ ദിവസം എല്ലാവർക്കും വിശേഷപ്പെട്ടതാണ്. ഞാനും അതിൽ പങ്കുചേരുന്നു. ഞാനടക്കം 4 പേരെ ആദ്യമായി ട്യൂഷൻ തുടങ്ങിയത് മുതലാണ് മാഷ് എന്ന് കൂടി പറയാൻ തുടങ്ങിയത്. പഴയകാലത്ത് യോഗക്ഷേമ സഭയുടെ അവസാന കാലത്ത് സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ദേഹമാണ് മാഷ്. ഭാരതം സ്വതന്ത്രമായ ശേഷം ഹിന്ദിക്ക് വളരെ പ്രാധാന്യമുണ്ടായി. ഹിന്ദിയുടെ ഉന്നമനത്തിന് വളരെയധികം മാഷ് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദി എക്സാമിനേഷൻ സെൻറ്റർ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് പ്രഥമ ചുവട് വെച്ചിരുന്നു. അതിനുവേണ്ടി ഞങ്ങളെയെല്ലാം പ്രാഥമിക പരീക്ഷ ജയിക്കാൻ വേണ്ടിയല്ല, സെൻറ്റർ കിട്ടാൻ വേണ്ടി എഴുതിച്ചു. ഞങ്ങളുടെ ട്യൂഷൻ ഐശ്വര്യമുള്ളതാണ് എന്ന് പറയാറുണ്ട്. അതിനുശേഷമാണ് ബ്രഹ്മസമ്മതത്തിലും പിന്നീട് സെൻറ്റ് മാരീസ് കോൺവെൻറ്റിലും അമ്മാടം ഹൈസ്കൂളിലും ഹിന്ദി ടീച്ചറായി ജോലി കിട്ടിയത് അത്രേ. പിന്നീട് സെൻറ്റ് മാരീസിൽ സ്ഥിരമായി ജോലിയിൽ തുടർന്നു. ഭൗതിക ശരീരം പോയെങ്കിലും അദ്ദേഹം വളരെയധികം ശിഷ്യഗണങ്ങളുടെയും ബന്ധുജനങ്ങളുടെയും മനസ്സിൽ മായാതെ വിരാജിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഇന്നേ ദിവസം എല്ലാവരുടെയും കൂടെ 1000 പ്രണാമം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുപ്പൻ വിരമിക്കുന്നു. ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ യാത്രാപരിമിതി മൂലം സാധിച്ചില്ല. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് മുത്തശ്ശൻ മരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് വ്യക്തമായ ഓർമ്മകളൊന്നും എനിക്കില്ല. പിന്നെ മുത്തശ്ശിയും അച്ഛനും ഇല്ലത്ത് ബാക്കി എല്ലാവരും പറഞ്ഞു കേട്ടതിൽ നിന്ന് മനസ്സിലൊരു ചിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയനിഷ്ഠയുടെയും അച്ചടക്കത്തിൻ്റെയും കഥകൾ പലതും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയമല്ലാതെയും കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ ചെയ്തിരുന്നപ്പോൾ അച്ഛൻ പറയും, നിന്റെ മുത്തശ്ശൻ ചെയ്തിരുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും നീ ചെയ്തിട്ടില്ല. അന്ന് ആ പറഞ്ഞത് എന്താണെന്ന് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഇന്ന് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഉള്ള എൻ്റെയും എൻ്റെ തലമുറകളുടെയും ലോകവീക്ഷണവും ആശയങ്ങളും മൂല്യങ്ങളും രൂപപ്പെടുത്തുന്നതിൽ മുൻ തലമുറയ്ക്ക് പ്രത്യേകിച്ച് മുത്തശ്ശനുള്ള പങ്ക് ചെറുതല്ല എന്നുള്ളതിൻ്റെയും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്മരണാഞ്ജലി. ഈ ആശയങ്ങളും മൂല്യങ്ങളും ലോകവീക്ഷണവും വരും തലമുറയ്ക്ക്
ഞങ്ങൾക്ക് കൈമാറാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്നോട് ശ്രീജി രാജലക്ഷ്മി ടീച്ചറെ പരിചയപ്പെടുത്താനാണ് പറഞ്ഞിരിക്കണേ. ഒരു കാര്യം പറയട്ടെ. ഈ രാജലക്ഷ്മി ടീച്ചർ മാത്രമേ അച്ഛൻ്റെ സഹപ്രവർത്തകരിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ, ഇപ്പോൾ ഇവിടെ വരാൻ സാധിച്ചിട്ടുള്ളൂ. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ 1969 സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് ഹൈസ്കൂളിലാണ് അച്ഛൻ ടീച്ചർ ജോയിൻ ചെയ്തത്. ആ ജോയിൻ ചെയ്ത കാലം മുതൽ 1980 അച്ഛൻ റിട്ടയർ ചെയ്യണ വരെ ടീച്ചർ അച്ഛൻ്റെ സഹപ്രവർത്തകയായിരുന്നു. പിന്നെ ടീച്ചർ നല്ലൊരു സന്ധിക അധ്യാപികയാണ്. അതുകൊണ്ട് ടീച്ചറുടെ ഒപ്പം 3 കൊല്ലം സംഗീതം പഠിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ടീച്ചർ ഒരു പ്രത്യേക അഭിനേത്രി കൂടിയാണ്. അതാർക്കും അറിയണ്ടാവില്ല, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ വളരെ അപൂർവമായിട്ടേ അറിയണ്ടാവുള്ളൂ. അച്ഛൻ സംവിധാനം ചെയ്ത മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു നാടകത്തിൽ സംവിധാനം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ആ നാടകത്തിൽ ടീച്ചർ മോശമല്ലാത്തൊരു ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ടീച്ചറോട് അച്ഛനെപ്പറ്റി 2 വാക്ക് സംസാരിക്കാനായിട്ട് ടീച്ചറോട് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ മാഷുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തോന്നിയതിൽ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. അവരെ അനുമോദിക്കുകയാണ് ഞാൻ. ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും എല്ലാ മക്കളും മാഷുടെ ഈ കാലസ്ഥിതി വെച്ച് നോക്കുമ്പോഴാണ് ഞാൻ പറയണത്, അവരെ ഓർത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷം. എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാവന ഗുരു പവന പൂരാദീശം ആശ്രയേ, 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 ഗുരു പവന പൂരാദീശം ആശ്രയേ. ജീവനധര സംകാശം കൃഷ്ണം ഗോലോകേശം, ജീവനധര സംകാശം കൃഷ്ണം ഗോലോകേശം, ജീവനധര സംകാശം കൃഷ്ണം ഗോലോകേശം, ജീവനധര സംകാശം കൃഷ്ണം ഗോലോകേശം, ഭാവിത നാരദഗിരിശം ത്രിഭുവനാവനാവേശം, ഭാവിത നാരദഗിരിശം ത്രിഭുവനാവനാവേശം, പാവന ഗുരു പവന പൂരാദീശം ആശ്രയേ, ഗുരു പവന പൂരാദീശം ആശ്രയേ. പൂജിത വിധി പുരന്ദരം രാജിത മുരളീധരം, പൂജിത വിധി പുരന്ദരം രാജിത മുരളീധരം, സകലനാനന്ദകരം അജിതമുദാരം, കൃഷ്ണസ്മരണനാനന്ദകരം അജിതമുദാരം,
कृष्णा स्मरदधि शुभदाकारं निरवधि करुणापूरं स्मरदधि शुभदाकारं निरवधि करुणापूरं स्मरदधि शुभदाकारं निरवधि करुणापूरं राधावदन चकोरं ललितासोदरं वरं राधावदन चकोरं ललितासोदरं वरं पावन गुरुभवन पुराधीशम् आश्रये गुरुपवन पुराधीशम् आश्रये മേലെ മുല്ലനേഴി. എനിക്ക് അക്കൂരത്തിനെക്കുറിച്ചുള്ള അത്രയധികം പരിചയം എന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് ഉള്ള 2-3 അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മുല്ലനേഴി രാമൻ നമ്പൂരി, അച്ഛനും അക്കൂരവും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നു. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അച്ഛനും അക്കൂരവും ഗുരുവായൂർ തിങ്കൾ ഭജനം ഉണ്ട്. അച്ഛനും അക്കൂരവും ഒപ്പാണ് പോവുക. അപ്പോൾ ചിലപ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ ഞാനും പോവും. അങ്ങനെ ഗുരുവായൂർ തൊഴാൻ പോയി കഴിഞ്ഞാലുള്ളൊരു പതിവ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അവിടെ ചെന്നാൽ ഈ പൊട്ടക്കുഴി ഓയിക്കൻ്റെ മഠത്തിൽ അവിടെയാണ് ഷർട്ടൊക്കെ അഴിച്ച് വയ്ക്കുക. അതിനുശേഷം കുളത്തിൽ പോയി കുളിക്കും. കുളി കഴിഞ്ഞ് വന്നാൽ തൊഴുകയൊക്കെ കഴിഞ്ഞാൽ അവിടെ വാതിൽ മാടത്തിൽ ആണ് ഊണ്. ഞങ്ങൾ ഊണൊക്കെ കഴിക്കും. ഊണ് കഴിഞ്ഞാൽ ബസ്സിന് തിരിച്ച് പോരും. വന്നു കഴിഞ്ഞാൽ ഇവിടെ പാലക്കിൽ ബസ് ഇറങ്ങി അക്കൂരത്ത് വരും. അക്കൂരത്ത് വന്ന് ഇവിടെ ഇരുന്ന് അച്ഛനും അക്കൂര് എനിക്കൊക്കെ ഇങ്ങനെ കാണുകയും കേൾക്കുക തന്നെ മറ്റേ ഉള്ളൂ. ഇപ്പോൾ കൃഷ്ണേന്ദ്രേട്ടനും സതീശേട്ടനൊക്കെയാണ് എന്നേക്കാൾ മുതിർന്ന ആൾക്കാർ ആ സമയത്ത് അവിടെയുള്ളത്. അപ്പോൾ അവിടെ വന്ന് ചായ കുടിക്കും, വർത്തമാനം പറയും. പുറത്ത് ഇറങ്ങി ഇങ്ങോട്ട് തിരിച്ച് പോരും. അതൊരു അനുഭവം. വേറൊരു അനുഭവം എനിക്ക് അക്കൂരത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ളത്, അവിടെയുള്ള എല്ലാം പോലെ ഈ വൈശാഖദാനത്തിന് ഒരിക്കൽ ഞാൻ അവിടെ പോവുകയുണ്ടായി. അക്കൂരത്തെ അമ്മ, അക്കൂരത്തിൻ്റെ അമ്മയുള്ള സമയത്താണ്. അപ്പോൾ അങ്ങനെ വൈശാഖദാനം മേടിച്ചു. വൈശാഖദാനത്തിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൽ ഈ മൺപാത്രത്തിൽ കുറച്ച് വെള്ളവും അതിൽ പൈസയൊക്കെ ഇട്ട് തരും. അത് ദാനമായിട്ട് തരും. അതിൻ്റെ ഒപ്പം തന്നെ ഈ ചെറിയ പൂവൊക്കെ പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ കൊട്ട 2-3 എണ്ണം അതും തരും. അത് തന്നതിന് ശേഷം അത് മേടിച്ച് കഴിഞ്ഞ് ദാനമൊക്കെ മേടിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അക്കൂരം എന്നോട് പറഞ്ഞ്, അതിലാണ് ഇവിടെ പ്രസക്തി 1-2 കാര്യങ്ങളുണ്ട്. ഇത് വിജയൻ സൂക്ഷിച്ചു വയ്ക്കണം, കൊണ്ട് കളയുന്നരുത്. അടുത്ത ഓണക്കാലത്ത് പൂവറക്കാൻ ഇത് ഉപയോഗിക്കണം. അന്നത്തെ കാലത്തൊക്കെ, ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പോൾ ഈ പൂവ് കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് പൂവിടലാണല്ലോ. മറ്റേതല്ല, പാടത്ത് പോയി തോട്ട് വരുമ്പത്തുനിന്ന് പോയി തുമ്പപ്പൂവ് അറുത്ത് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ചെമ്പരത്തി പൂവ് കരിവേര പൂവ് അറുത്ത് കൊണ്ടുവന്നിട്ടാണ് പൂവിടൽ. അപ്പോൾ ഈ പൂവിടാനായിട്ട് ഉപയോഗിക്കാനാണ് ഈ കൊട്ട ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഉപദേശം എനിക്ക് തന്നതാണ്. അത് ഞാൻ ഓർക്കുകയാണ്. അതുമാത്രമല്ല, ഈ കൊട്ട ഉണ്ടാക്കണതും അതേപോലെ ചെറിയ തട്ട് പായ ഉണ്ടാക്കണതും എങ്ങനെയാണെന്ന് മെടഞ്ഞ് കാണിച്ചു തരും കൂടിയും വന്ന് അദ്ദേഹം അത് ചെയ്തു. അതൊക്കെ എനിക്ക് ജീവിതത്തിലൊരു മാതൃകയായിട്ടും ഒരു അനുഭവമായിട്ടും എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനതങ്ങനെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അക്കൂരത്ത് അങ്ങനെയല്ല, ഇംഗ്ലീഷ് പത്രം വരുന്നുണ്ട്. ഹിന്ദു ആണോ ഇന്ത്യൻ എക്സ്പ്രസ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പത്രം വരുത്തിയ അത് ഉപയോഗിക്കുന്ന ഒരു രീതി
എന്നെ വല്ലാതെ കണ്ട് ആകർഷിച്ചിട്ടുണ്ട്. അതും ഈ അക്കൂരത്തിൻ്റെ ഉപദേശം അനുസരിച്ച് കൃഷ്ണേന്ദ്രേട്ടനും സതീശേട്ടനും ചെയ്തതാവും. അവർ രണ്ടുപേരാണ് ചെയ്തത് എനിക്ക് കണ്ടിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പത്രം വന്നു കഴിഞ്ഞാൽ തന്നെ ആ പത്രം ആദ്യം ഒന്ന് വായിച്ച് നോക്കി ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ 1-2 വാക്കുകൾ ചിലപ്പോൾ കിട്ടാത്തതുണ്ടാവും. കിട്ടാത്ത സമയത്ത് ഇവർ രണ്ടുപേരും തന്നെ അവിടെ പോയി മേശപ്പുറത്ത് ഡിക്ഷണറി ഇരിക്കുന്നുണ്ടാവും. ആ ഡിക്ഷണറി എടുത്ത് നോക്കി ആ വാക്കിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വായന തുടരും. അങ്ങനെ ആ പത്രം വായിക്കണതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ആ ഡിക്ഷണറി എടുത്ത് വെച്ച് നോക്കി ആ വാർത്ത എന്താണെന്ന് ഹൃദിസ്ഥമാക്കി നല്ലവണ്ണം മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു പത്രവായനാ രീതി അത് അവരിൽ നിന്ന് ഈ കൃഷ്ണേന്ദ്രേട്ടനും സതീശേട്ടനൊക്കെ അങ്ങനെ വായിക്കുന്നതെന്ന് അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ പകർത്താനായിട്ടൊരു പുതിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അതും ഈ അക്കൂരത്തിൻ്റെ ഉപദേശമായിരിക്കും ഇതേപോലെ വായിക്കണം, കൃത്യത വേണം. അദ്ദേഹം പറഞ്ഞില്ല എല്ലാത്തിനും കൃത്യം കാണിച്ചുകൊണ്ടായിരുന്നുള്ളൂ. അല്ലാതെ കൊണ്ട് വെറുതെ വർത്തമാനപത്രം വായിക്കുമ്പോൾ വെറുതെ അങ്ങനെ ഒഴുക്കം മട്ടിൽ വായിച്ചാൽ പോരാ എന്നുള്ള ഒരു കാര്യം. അതാണ് രണ്ടാമത്തെ ഒരനുഭവം. ഈ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല, സ്വയം തൊഴിൽ എന്തെങ്കിലും ചെയ്യണം, അതിന് പരിശീലനം വേണം എന്നൊക്കെ ഒരു അഭിപ്രായം നമ്മുടെ കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് അക്കൂരം വന്ന് പറഞ്ഞു, സ്വയം തൊഴിൽ പഠിക്കാൻ തയ്യാറുള്ളവരെ ഞാൻ പഠിപ്പിക്കാം, എൻ്റെ ഇല്ലത്തേക്ക് വന്നാൽ മതി എന്നു. അപ്പോൾ അതിൽ പഠിച്ചൊരു കാര്യം ഈ കൊട്ടനെയ്ത്ത്, അതുപോലെ പായ നെയ്യിൽ, അതേപോലെ ബുക്ക് ബൈൻഡിങ്. അപ്പോൾ ഈ ബുക്ക് ബൈൻഡിങ് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്തോ, ഇവിടെ പഴയ പഞ്ചാംഗം കുറേ ഇരിക്കുന്നുണ്ട്, അത് കേടുവരില്ലല്ലോ, അപ്പം നീ അതൊക്കെ ഒന്ന് അക്കൂരത്തിൻ്റെ അടുത്ത് പോയിട്ട് അത് ബൈൻഡ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജനനം 1132 അന്നത്തെ പഞ്ചാംഗം ഇല്ല അതുകൊണ്ട് അതിനുശേഷം 3-4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള തൊട്ടുള്ള പഞ്ചാംഗം അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛനും ഇതേപോലെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യതയുണ്ടായിരുന്നു, അത് നഷ്ടപ്പെടാണ്ട് സൂക്ഷിച്ചു വെച്ചായിരുന്നു. അതുപോലെ ഡയറി എഴുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ ആ 1976 കാലം വരെയുള്ള കാലത്തെ പഞ്ചാംഗം ഒരു 5 പഞ്ചാംഗം വീതം ഒരു സെറ്റാക്കിയും കൊണ്ട് അത് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പരിശീലിക്കലുണ്ടായി. പക്ഷേ ആ പരിശീലനം അപൂർണമായിട്ട് തന്നെ നിൽക്കണമെന്നേ ഉള്ളൂ. ചട്ടയിട്ടിട്ടൊന്നുമില്ല, പക്ഷെ വൃത്തിയായിട്ട് തുന്നി അത് നേട് പറഞ്ഞു പോരാത്ത വിധത്തിൽ അത് ഇന്നും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചട്ടയിട്ട് വൃത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ബുക്ക് ബൈൻഡിങ് എന്ന് പറയുന്ന ഒരു കൈത്തൊഴിൽ രീതി എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടെ നടത്താം. അച്ഛനും ഈ അക്കൂരം തമ്മിലുള്ള ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഒരു കാര്യം പറയാനുള്ളത്, സാധാരണയായിട്ട് അക്കൂരം മരിച്ചതിന് ശേഷം പല കൊല്ലങ്ങളിലും ഒരു ചാത്ത ഏൽപ്പിക്കാനായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അപ്പോൾ അച്ഛൻ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ചാത്തത്തിന് വരാം എന്നുള്ളൊരു വാക്കേ കേൾക്കുള്ളൂ. അക്കൂരത്തിൻ്റെ ചാത്തത്തിന് എന്ന് പറഞ്ഞാൽ അത് വേണ്ട, അത് ശിവദാസനോ അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഒറ്റ മതി, എനിക്കത് വയ്യ, എനിക്ക് ആ ചാത്തുണ്ണാൻ വയ്യാന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വാക്ക് അച്ഛനിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു കാര്യം സൂചിപ്പിക്കാനാണത് പറഞ്ഞത്. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് അക്കൂരത്തിൻ്റെ മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഞാൻ പട്ടത്ത് രവി, എൻ്റെ അച്ചോളുടെ മകനാണ് ഞങ്ങളൊക്കെ അക്കൂരത്തേട്ടൻ എന്ന് പറയുന്ന വിയൻ. അച്ഛൻ്റെ സഹപ്രവർത്തകനും അച്ഛൻ്റെ മരുമകനും എന്ന് വേണ്ട എല്ലാ ഒരു 45 വരെയുള്ള കാലഘട്ടത്തിൽ അച്ഛൻ്റെ കൂടെ സാമൂഹ്യ പരിഷ്കരണ രംഗത്തും മറ്റും സജീവമായി പ്രവർത്തിച്ച അക്കൂരത്തേട്ടനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊക്കെ ഒരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ ഫ്ലക്സിൽ അടിച്ചിരിക്കുന്ന ആ ക്യാപ്ഷൻ ഒരു ചെറിയൊരു മാറ്റം കൃഷ്ണേന്ദ്രേട്ടൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ ചെയ്യാണ്. ചെറിയ മനുഷ്യരുടെ ചെറിയ കാര്യങ്ങൾ എന്നുള്ളതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
അക്കൂരത്തേട്ടൻ വലിയ മനുഷ്യനായിരുന്നു. ആ വലിയ മനുഷ്യൻ്റെ തന്നെ ചെറിയ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ മനുഷ്യന്മാരുടെ വലിയ കാര്യങ്ങൾ ആണ് വലിയ മനുഷ്യരുടെ ചെറിയ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് കാണിച്ച് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ സമൂഹത്തിൽ എഫക്റ്റ് ഉണ്ടാക്കുന്നത് ചെറിയ മനുഷ്യരുടെ വലിയ കാര്യങ്ങളാണ്. ചെറിയ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ചെറുതായിട്ടല്ല കാണേണ്ടത്, വലുതായിട്ട് തന്നെയാണ് കാണേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മനുഷ്യൻ്റെ വലിയ കാര്യങ്ങളാണ് ഏട്ടൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് സന്തോഷത്തോടു കൂടി, സ്വല്പം അഭിമാനത്തോടും ഗർവോടും കൂടി തന്നെ, കാരണം ഞങ്ങളുടെ അച്ചോളുടെ മകനാവുകൊണ്ട് ഞങ്ങൾക്കൊരു ഗർവ് കൂടുതലുണ്ട്. ആ വിയൻ ഞങ്ങളുടെ ബന്ധുവാണ് എന്ന് പറയാൻ തന്നെ ഞങ്ങൾക്കൊരു അഭിമാനമാണ്. അതാണ് ഞങ്ങൾ ഗർവോടുകൂടി തന്നെ പറയണു, ചെറിയ മനുഷ്യൻ്റെ വലിയ കാര്യം തന്നെയാണ്, അതല്ലെങ്കിൽ വലിയ മനുഷ്യൻ്റെ വലിയ കാര്യം തന്നെയാണ്. തിരുത്തുന്നതുകൊണ്ട് വിഷമമില്ല എന്ന് വിചാരിക്കുന്നു. അച്ഛൻ, എൻ്റെ അച്ഛൻ, അവർ കൂട്ടുകാർ മാതിരിയായിരുന്നു. പഴയ യോഗക്ഷേമ സഭാ പ്രവർത്തനങ്ങളിൽ അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ധാരാളം പ്രഹസനങ്ങളിലും നാടകങ്ങളിലും സജീവമായി പങ്കെടുത്തിട്ടാണ് ഇവരെല്ലാവരും. ഈ അക്കൂരത്തേട്ടൻ നാടകങ്ങളിൽ അന്ന് അച്ഛൻ പറയണ കേട്ടിട്ടുള്ളതാണ്, നാടകങ്ങളിൽ ഏറ്റവും ക്രൂരയായിട്ടുള്ളൊരു സപത്നിയായിട്ടോ മുത്തശ്ശിയമ്മയല്ല സപത്നിയായിട്ടുള്ള വേഷങ്ങളാണ് കൂടുതൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അന്ത്യകാലങ്ങളിലൊക്കെ എനിക്കും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അത്രമാത്രം ഒരു മകനെ പോലെ തന്നെയാണ് എന്നോട് പെരുമാറിയിരുന്നതും. എല്ലാ കൊല്ലവും കുറച്ച് കാലം എല്ലാ വർഷവും വിദ്യാരംഭത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എല്ലാ തിരക്കുകളും കഴിഞ്ഞ് അദ്ദേഹം അമ്പലത്തിൽ, തിരുവള്ളക്കാവ് അമ്പലത്തിൽ തൊഴാൻ വരും. അത് കഴിഞ്ഞ് അച്ഛനുമായി കുറച്ച് നേരം സല്ലാപം ഊണ് കഴിച്ച് അല്പം വിശ്രമിച്ചിട്ടാണ് പോകുക. ആ അവസരങ്ങളിലാണ് അദ്ദേഹം പഴയ കഥകളൊക്കെ അച്ഛനുമായി സംസാരിക്കാറുള്ളത്. എന്തായാലും ആ ഓർമ്മ എപ്പോഴും എന്നും എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായി ഞങ്ങൾക്കൊരു മാതൃകയായിട്ട് തീരുമെന്ന് എപ്പോഴും ഞങ്ങളെപ്പോഴും പറയുന്നതാണ്. അദ്ദേഹത്തെ ഒന്നുകൂടി സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കൃഷ്ണൻ നമ്പൂതിരി, ഞാൻ ചാലക്കുടി തട്ടായത്തിലാണ്. ഇവിടുത്തെ വിയൻ ഭാഷ ആദ്യത്തെ സഹോപുത്രിയായ ഗിരിജയുടെ ഞങ്ങൾ ഭർത്താവാണ്. ഏകദേശം അരനൂറ്റാണ്ടിന് മുമ്പ് ആണ് ഇവിടെയായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങിയത്. അക്കാലത്തെ ഭൗതിക സാഹചര്യങ്ങളും ഇപ്പോഴത്തേനായിട്ട്, അതായത് അരനൂറ്റാണ്ടിന് മുമ്പുള്ള കാലഘട്ടത്തിലത്തെ നമ്മുടെ ഓരോരുത്തരുടെയും വിവിധ സമുദായങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങളുടെ മാറ്റം അത് വളരെ ഇതായി തോന്നുന്നുണ്ട്. അദ്ദേഹമായിട്ട് പല വിധത്തിലും, അതായത് 1900 ഇപ്പം എൻ്റെ വിവാഹത്തിൻ്റെ 50-ാം വാർഷികമായി. ഈ ജൂൺ 24 50 വർഷം തികയുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആ 74 വിവാഹം. 74, 75, 76 കാലഘട്ടത്തിൽ പല സ്ഥലത്തും, ഇപ്പോൾ രവി പറഞ്ഞ മാതിരി രവിയുടെ ഇല്ലത്തും അവിടെ അച്ചമ്പട്ടൻ പാച്ചുപട്ടേരി, ഇങ്ങനെ 2-3 പേര് എപ്പോഴും അദ്ദേഹം സ്മരിക്കും. അവിടെയൊക്കെ പോയ കഥകൾ. അതിനുശേഷം 1-2 കാര്യങ്ങൾ പറയാൻ വളരെ ഇതുണ്ട്. അതായത് കോട്ടപ്പുറത്ത് സി അച്യുതമേനോൻ്റെ ഒരു വീട് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ ഓടിട്ട് അമ്പലത്തിൻ്റെ ബാക്കിൽ അത് ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ പോയ കഥ. പിന്നെ വേറെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇടയിലുള്ള നമ്പൂതിരിമാർക്ക് 6 മാസം ഇല്ലത്ത് ഉണരുമെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം വാരം പൂരം അങ്ങനെ പോകും. അങ്ങനെയുള്ള ഓരോ കാലഘട്ടം പല കാര്യങ്ങളും പറയാനുണ്ടാവും. പക്ഷേ നമുക്ക് ഈ എല്ലാവരും സ്മരിക്കുന്ന മാതിരി പല കാര്യങ്ങളും സ്മരിക്കുന്നു. എങ്കിലും ഇത്രയുള്ളൊരു സംഘാടനം വളരെ സംഘടിപ്പിച്ച ഈ വേദിയിൽ 2 വാക്ക് പറഞ്ഞു മാത്രം. മുല്ലനേഴി മാഷൊക്കെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ മുല്ലനേഴിയെ, നമ്മുടെ ഡോക്ടർ മുല്ലനേഴിയെ, ആരോ ഒരാൾ മുല്ലനേഴി എന്ന് പറഞ്ഞപ്പോൾ കവി മുല്ലനേഴിയാണോ ചോദിച്ചു? അല്ല. എന്നാൽ യോഗക്ഷേമം പ്രസിഡൻ്റ് മുല്ലനേഴി അതുമല്ല.
ആയുർവേദ ഡോക്ടറാണ്. അത് ഞാനത് പറഞ്ഞ മാതിരി പല ആൾക്കാർക്കും പല ജാതി ഒരു ഇല്ലത്ത് തന്നെ പല ആൾക്കാരുണ്ടാവും. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഇതെല്ലാവരും ഇത്രയും ആൾക്കാരെ കാണാൻ വേണ്ടിയൊക്കെ പറ്റിയത് സന്തോഷമുണ്ട്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദാമോദരൻ. ശ്രീ VN നാരായണൻ നമ്പൂതിരി എന്ന പുണ്യാത്മാവിൻ്റെ രണ്ടാമത്തെ മകളെ വെളിയഴിച്ച ആളാണ്. ശ്രീ VN നാരായണൻ നമ്പൂതിരിയായിട്ട് ഏതാനും മണിക്കൂറുകൾ സംസാരിക്കാനുള്ള ഭാഗ്യമേ എനിക്കുണ്ടായിട്ടുള്ളൂ. ഏതാനും അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവാണെങ്കിലും അദ്ദേഹവുമായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതുതന്നെ ഒരു മഹാഭാഗ്യമാണ്. ഈ വിവാഹം ആ പെണ്ണ് കാണൽ തുടങ്ങിയ ചടങ്ങുകളുണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് വാക്കുകൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെയും കൊണ്ട് ഈ ഇല്ലത്ത് വന്നു. വെറുതെ ഒന്ന് കന്ന് അതൊരു മഹാഭാഗ്യമായി. അന്ന് ഏതാനും മണിക്കൂറുകൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിരിക്കാൻ പറ്റി. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള അവസരം പിന്നെ കിട്ടില്ലായിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു കുറ്റബോധവും എനിക്കുണ്ട്. കാരണം ഞാൻ അവിടെ ചെന്നു അദ്ദേഹത്തിൻ്റെ ആൺമക്കൾ സതീശൻ, കൃഷ്ണചന്ദ്രൻ തുടങ്ങിയ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഭൂമുഖത്തിരിക്കുകയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഉള്ളിലെ മുറിയിൽ നിന്നും ഭൂമുഖത്തേക്ക് വന്നത്. അദ്ദേഹത്തെ കണ്ടിട്ട് എനിക്ക് അന്ന് ഞാൻ എണീറ്റില്ല, അദ്ദേഹത്തെ എണീറ്റ് നിന്ന് ബഹുമാനിച്ചില്ല. അതിപ്പോഴും എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വേട്ടയാടാറുണ്ട്. ഞാനത്ര അഹങ്കാരിയോ ധിക്കാരിയോ ഒന്നുമല്ല, എനിക്കറിയാം എളിമയുള്ള ആൾ തന്നെയാണ്. ആൾക്കാരെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ എനിക്കറിയുകയും ചെയ്യാം. പക്ഷേ അന്ന് എന്ത് പറ്റിയെന്നറിയില്ല, അദ്ദേഹം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ എണീറ്റില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കുറ്റബോധവും എനിക്കിപ്പോഴും ഉണ്ട്. പിന്നെ അദ്ദേഹം അവസാനമായിട്ട് വിളിച്ചത് എൻ്റെ പേരാണ്. ദാമോദര എന്ന് വിളിച്ചു. എന്തോ പറയാൻ ശ്രമിച്ചു, ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ഒന്നും പറയുകയും ഉണ്ടായില്ല. ഇപ്പോൾ അജാമളന് നാരായണ എന്ന് വിളിച്ചതുപോലെ അദ്ദേഹം അവസാനമായിട്ട് വിളിച്ചത് ഈ ദാമോദര എന്നുള്ള പേരാണ്. ദാമോദരൻ എന്നുള്ളതും ഭഗവാന്റെ പേര് തന്നെയാണല്ലോ. അപ്പോൾ അദ്ദേഹം ഭഗവാനെ തന്നെ വിളിച്ചതായിരിക്കും. ആ പുണ്യാത്മാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പ് ഞാൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നന്ദി, നമസ്തേ. എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് നിശ്ചയില്ല. അദ്ദേഹം എനിക്ക് ഒരു വലിയ ഏട്ടനെ പോലെയായിരുന്നു. എന്നെ ഒരു സഹോദര പത്നി പോലെയായിരുന്നു. അതുകൊണ്ട് ഈ സദസ്സിനും അദ്ദേഹത്തിനും നമസ്കാരം. മക്കൾക്ക് അഭിനന്ദനവും. വേറെ ഒന്നും പറയാനില്ല. ഞാൻ ശ്രീദേവി പിള്ളനേഴി അത്തേമാരാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മാത്താണ് അക്കൂരത്ത്. എൻ്റെ ഇല്ലം ഈ ചെറുവത്തേരി ഒയ്ക്കൻ്റെ ഇടത്തിലെ മകളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഇല്ലം ചെറുവത്തേരിയാണ്. അപ്പോൾ ഈ പാലിശ്ശേരിയായിട്ട് വളരെ അടുത്താണ്. അതുകൊണ്ട് എൻ്റെ കുട്ടിയിൽ മുതൽ ഞാൻ അക്കൂരത്ത് ആഴ്ചയിൽ എന്നുള്ള നിലയ്ക്ക് പോവും. അപ്പോൾ ശരിക്കും എൻ്റെ അച്ഛനമ്മാത്തെന്ന് കേട്ടേക്കണത് മറ്റേ കേരളമാരേട്ടൻ്റെ അവരുടെയൊക്കെ അച്ഛനാണ്. പക്ഷേ അതേപോലെ തന്നെയാണ് വടക്കേലെ അമ്മായി അമ്മാമെന്ന് ഞാൻ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. അച്ഛൻ പറയണതും അമ്മയും പറയും. അപ്പം ഞങ്ങൾ തെക്കേൽ പോയാൽ അപ്പോൾ വടക്കേലും പോവും. വടക്കേൽ പോയാൽ അമ്മായി നല്ല സൽക്കരണമാണ് ഞങ്ങൾക്ക്. ചായ കാപ്പി എന്താ പറയുക അവിൽ കുഴച്ചതാണ് എന്നും തരിക. അപ്പോൾ ഞങ്ങൾ ചെറിയ കുട്ടിയാണ്, ഞാൻ വലിയ കുട്ടിയൊന്നും ആയിട്ടില്ല. അപ്പം നല്ല സന്തോഷം അവിടെ ചെന്നാൽ. ഞങ്ങൾക്ക് ഇല്ലത്തെ അത്രയ്ക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ചെന്ന് കാപ്പിയും പലഹാരവും കിട്ടുക വെച്ചാൽ സന്തോഷമാണ്. ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പക്ഷേ ഏട്ടനും ഇടയ്ക്ക് വരും. പക്ഷേ ഏട്ടൻ അങ്ങനെ വരില്ല, ഇത്തിരി അധോമോഹന. ഞാൻ എല്ലാവരുടെ കൂടെയും പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഏട്ടന്മാരെയൊക്കെ അറിയും, എല്ലാവരെയും അറിയുകയും ചെയ്യും. അപ്പോൾ അമ്മായി വന്നു, ഇങ്ങനെ ഒഴിക്കാൻ മഠത്തിലെ കുട്ടി വന്നിട്ടുണ്ട് പറഞ്ഞാൽ അപ്പോൾ അമ്മാമ്മൻ വരും. അവസാന കാലത്തിൽ നടക്കാൻ ബുദ്ധിമുട്ടായാലും അടുക്കളയിലേക്ക് വരും. എന്നിട്ട് അവർക്ക് കൊടുത്തില്ലേ, എന്താ അവരുടെ സുഖം എല്ലാം ചോദിക്കും. അതിനോടൊപ്പം തന്നെ പഠിക്കുന്നതിനെ കുറിച്ചും ചോദിക്കും. ചിലപ്പോൾ ചില ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ്ങൊക്കെ പറയാൻ പറയും. ഞാനൊക്കെ അങ്ങനെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റാണ്, അതിലൊന്നും കൂടുതലില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ശരിക്കും പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മാമ്മൻ അതെനിക്ക് പറഞ്ഞു തരും.
എന്നിട്ട് ഇങ്ങനെ വേണം ഈ പഠിക്കേണ്ട കാര്യത്തിൽ വളരെയധികം എനിക്കൊരു പ്രചോദനം തന്നേക്കണത് അക്കൂരത്തുനിന്നാണ്. അതിലൊരു സംശയവുമില്ല. രണ്ട് ഭാഗത്തുനിന്നും മറ്റേ ഇന്ദിരാമ്മായി അതെ, ഇപ്പുറത്തെ അമ്മാവനും അവിടുത്തെ എല്ലാവരും പഠിക്കുക, അതാണ് ജീവിതത്തിൽ നമുക്ക് വേണ്ടത് എന്ന് എനിക്ക് തന്ന് എന്നെ ഒരു ഒന്നും ആയില്ല എങ്കിലുമൊക്കെ എത്തിയത് ഈ അക്കൂരത്തു നിന്നാണെന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാതെ നിവർത്തിയില്ലാത്തൊരു കാര്യമാണ്. അവിടെ ചെന്നാൽ നമ്മൾ വേറെ ബാക്കിയെല്ലാം മറന്ന് പഠനത്തിലേക്ക് അങ്ങോട്ട് പോകും. പിന്നെ കുറച്ച് ദിവസമൊക്കെ അത് കഴിഞ്ഞാൽ ഒന്ന് മറക്കും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളൊരു ഉത്സാഹം കിട്ടും. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അതെ, ഈ ബുക്ക് ബൈൻഡിങ് പഠിച്ചേക്കണത് ഈ അമ്മാവൻ്റെ അടുത്തുനിന്നാണെന്നാണ് എനിക്ക് തോന്നണേ. കാരണം ഞങ്ങൾക്ക് പുസ്തകം പുതിയ നോട്ട്ബുക്കൊന്നും ഉണ്ടാവില്ല സ്കൂൾ തുറക്കുമ്പോൾ. അപ്പോൾ പഴയ ബുക്കിൻ്റെ പേജൊക്കെ കീറിയെടുത്ത് നല്ലൊരു പുസ്തകം തുന്നി നല്ല ഭംഗിയിലാക്കി തരും അച്ഛൻ. അപ്പം ഞാൻ അക്കൂരത്തുനിന്നാണ് പഠിച്ചേ പറയും. ആരുടെ അടുത്ത് അതൊന്നും എനിക്കത്ര അറിയില്ല. അക്കൂരത്തുനിന്നാണ് ഞാൻ പഠിച്ചേക്കണേ, ഇതൊക്കെ എനിക്ക് ഇത്ര അധികം എന്ന് അച്ഛൻ പറയണ കേട്ടിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മാവനും ഏതാണ്ട് ഒരു ഏജൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നണത്. ഒരു വയസ്സ് കൂടുമോ അത് അറിയില്ല. പക്ഷേ ഇപ്പം എനിക്ക് നല്ലൊരു അമ്മാവൻ്റെ ഒരു നല്ലൊരു ഓർമ്മ, മുഖപരിചയം നല്ലോണം ഇപ്പോഴും മറക്കാൻ പറ്റണില്ല. അത് ഇങ്ങനൊരു വേദിയിലേക്ക് എനിക്ക് വരാൻ പറ്റിയതും ഇങ്ങനെ രണ്ട് വാക്ക് പറയാൻ പറ്റിയതും വളരെയധികം സന്തോഷം എനിക്കുണ്ട്. അതിനെ എല്ലാവരോടും മറ്റേ എല്ലാ ഏട്ടന്മാരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ യാത്രാപരിമിതി മൂലം സാധിച്ചില്ല. എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് മുത്തശ്ശൻ മരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായ ഓർമ്മകളൊന്നും എനിക്കില്ല. പിന്നെ മുത്തശ്ശിയും അച്ഛനും ഇല്ലത്ത് ബാക്കി എല്ലാവരും പറഞ്ഞു കേട്ടതിൽ നിന്ന് മനസ്സിലൊരു ചിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയനിഷ്ഠയുടെയും അച്ചടക്കത്തിൻ്റെയും കഥകൾ പലതും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് രാഷ്ട്രീയമല്ലാതെയും കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ ചെയ്തിരുന്നപ്പോൾ അച്ഛൻ പറയും, നിൻ്റെ മുത്തശ്ശൻ ചെയ്തിരുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളൊന്നും നീ ചെയ്തിട്ടില്ല. അന്ന് ആ പറഞ്ഞത് എന്താണെന്ന് മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഇന്ന് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഉള്ള എൻ്റെയും എൻ്റെ തലമുറകളുടെയും ലോകവീക്ഷണവും ആശയങ്ങളും മൂല്യങ്ങളും രൂപപ്പെടുത്തുന്നതിൽ മുൻ തലമുറയ്ക്ക് പ്രത്യേകിച്ച് മുത്തശ്ശനുള്ള പങ്ക് ചെറുതല്ല എന്നുള്ളതിൻ്റെയും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്മരണാഞ്ജലി. ഈ ആശയങ്ങളും മൂല്യങ്ങളും ലോകവീക്ഷണവും വരും തലമുറയ്ക്ക് ഞങ്ങൾക്ക് കൈമാറാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. നേരത്തെ ശ്രീ കാവനാട് കൃഷ്ണൻ നമ്പൂതിരി ഇവിടെ അനൗൺസ് ചെയ്ത ആ എൻഡോവ്മെൻറ്റിൻ്റെ വിശദാംശങ്ങളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. വെങ്ങല്ലൂർ നാരായണൻ നമ്പൂതിരിയുടെ സ്മരണ നിലനിർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എൻഡോവ്മെൻറ്റിൽ നിന്നുള്ള ഈ ആശയം ഉടലെടുക്കുന്നത്. അദ്ദേഹം പഴയകാലത്തെ പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടനയിലെ സജീവ പ്രവർത്തകനും ഹിന്ദി അധ്യാപകനുമായിരുന്നതുകൊണ്ട് പൗരസ്ത്യ ഭാഷാ പണ്ഡിതന്മാരെ അനുമോദിക്കുക എന്നത് വളരെ ഉചിതമാണെന്ന് തോന്നി. പാലിശ്ശേരി ഔണിശ്ശേരി ഉപസഭയിലെയും യോഗക്ഷേമ സഭയിലെയും സജീവ പ്രവർത്തകനും ഉപസഭാ ഭാരവാഹിയുമായിരുന്നതുകൊണ്ട് യോഗക്ഷേമ ഉപസഭ അംഗങ്ങളാണ് അനുമോദിക്കപ്പെടാൻ ഏറ്റവും യോഗ്യരെന്നും കണക്കാക്കി. ഇത് വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രോത്സാഹനമോ സാമ്പത്തിക സഹായമോ അല്ല എന്ന് ആദ്യമേ പറയട്ടെ. യോഗ്യന്മാർക്കുള്ള ഒരു അനുമോദനം എന്ന് മാത്രം കരുതിയാൽ മതി. എല്ലാ വർഷവും അനുമോദിക്കുന്നതിലൂടെ സ്മരണ നിലനിർത്താം എന്ന ആശയമാണ് ഇതിന് പിന്നിലുള്ളത്. പൗരസ്ത്യ ഭാഷകളായ മലയാളം, സംസ്കൃതം, ഹിന്ദി എന്നിവകളിൽ ഗവേഷണ ബിരുദം നേടിയ തൃശ്ശൂർ ജില്ലയിലെ ഉപസഭ അംഗങ്ങളെയാണ് അനുമോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കലണ്ടർ വർഷത്തിൽ ബിരുദം നേടിയ 3 പേരെ, അതായത് 3 ഭാഷകളുണ്ട്, അപ്പോൾ ഓരോ ഭാഷകളിലും ഓരോരുത്തരെ അനുമോദിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നിലേറെ പേർ ഒരു ഭാഷയിൽ അപേക്ഷകരായിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെ അനുമോദിക്കുക എന്നാണ് കണക്കാക്കുന്നത്. പ്രായം കൂടുന്നത് തിരഞ്ഞെടുക്കാനുള്ള കാരണം പ്രായം കൂടുതലായാലും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യവും കഴിവും അത് പ്രശംസിക്കപ്പെടേണ്ടതല്ലേ എന്ന് കരുതിയിട്ടാണ്. തൃശ്ശൂർ ജില്ലയിലെ ഉപസഭകളിൽ നിന്നും സെക്രട്ടറിയുടെ ശുപാർശയോടെ ലഭിക്കുന്ന അപേക്ഷകളായിരിക്കും പരിഗണിക്കുക. തിരഞ്ഞെടുക്കപ്പെട്ടവരെ അനുമോദിക്കുന്നത് യോഗക്ഷേമ സഭയുടെ തൃശ്ശൂർ ജില്ലാ വാർഷിക സമ്മേളനത്തിലാണ്. കുടുംബാംഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മൂലധന നിക്ഷേപത്തിൽ നിന്ന് ഉള്ള വരുമാനമായിരിക്കും ഇതിനുപയോഗിക്കുക.
ഒരു സ്മരണിക, പ്രശസ്തി പത്രം എന്നിവയാണ് പ്രധാനം. അതിൽ മിച്ചമുണ്ടെങ്കിൽ ഒരു ക്യാഷ് അവാർഡും ആകാം. ഇതാണ് ഈ എൻഡോമെൻറ്റിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേദിയിൽ വന്ന് അർച്ചന ചെയ്യാവുന്നതാണ്. ജീവിത നിമിഷങ്ങളിലൂടെ എന്ന വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ്. VN നമ്പൂതിരി അല്ലെങ്കിൽ VN കൃഷ്ണചന്ദ്രൻ എന്ന് സെർച്ച് ചെയ്താൽ വീഡിയോയിലേക്കുള്ള ലിങ്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഔപചാരികമായ നന്ദി പ്രകടനത്തോടുകൂടി ഈ യോഗം അവസാനിപ്പിക്കാം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ വാസുദേവൻ അവർകളെ ക്ഷണിക്കുന്നു. ശ്രീ വാസുദേവൻ നാരായണൻ നമ്പൂതിരിയുടെ 7ാമത്തെയും അവസാനത്തെയും സന്താനമാണ്. ഇപ്പോൾ കേരള വെറ്റിനറി സർവകലാശാലയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ശ്രീ വാസുദേവൻ അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകരെ, അച്ഛൻ്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അച്ഛനെ ഏറ്റവും അധികം അടുത്ത് പരിചയമുള്ള കൃഷ്ണേട്ടൻ അല്ലെങ്കിൽ ഓപ്പോൾ ശിവദാസൻ മാഷ് എന്നിവർ മുതൽ മുട്ടിലിഴയുന്ന കാലം മാത്രം അച്ഛനെ കണ്ട് പരിചയമുള്ള, ഇപ്പോൾ വീഡിയോ സന്ദേശത്തിൽ സംസാരിച്ച നവനീത് വരെ ഉള്ള നിരവധി ബന്ധുക്കൾ, അതുപോലെ സഹപ്രവർത്തകർ, അതുപോലെ തന്നെ മറ്റ് അടുത്ത് പരിചയമുള്ളവർ, ഇവരെല്ലാം ഓർമ്മകളുടെ ശകലങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അച്ഛൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്നതിന് ഉള്ള വാക്കുകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ശരിക്കു പറഞ്ഞാൽ അച്ഛൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഈ സദസ്സിലെ ഒരുപാട് പേർക്ക് അപരിചിതനാവാം. ചിലർക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകളായിരിക്കാം ഓർമ്മ, ചിലർക്ക് അദ്ദേഹം ഒരു സമൂഹത്തിലൊരു സാന്നിധ്യമായിരിക്കാം, മറ്റു ചിലർക്ക് ഊഷ്മളമായ ഒരു സ്നേഹത്തിൻ്റെ തരി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ. ഇത്തരത്തിലുള്ള പല വശങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അച്ഛനെക്കുറിച്ച് സംസാരിച്ച ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു കൂട്ടിൽ നിന്ന് പറന്നു പോകാൻ നേരത്ത് ഒരു തള്ളക്കിളി പാടി വയ്ക്കുന്ന ഒരു കവിതയുണ്ട്. ശ്രീ P.P. രാമചന്ദ്രൻ എന്ന് പറഞ്ഞ കവിയാണ് ആ കവിത എഴുതിയിട്ടുള്ളത്. ആ കവിതയിലെ ഏതാനും വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ വരികൾ ഇങ്ങനെയാണ്: ഇവിടെ ഞാനുണ്ട് എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഞാനുണ്ട് എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്നറിയിക്കുവാൻ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇവിടെ ഞാനുണ്ടായിരുന്നു എന്നറിയിക്കുവാൻ ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി വെറും ചൂട് മാത്രം മതി. ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികളാവിഷ്കരിക്കുന്നു ജീവനെ. ഇനി എൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കാം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത
നമുക്ക് ഏവർക്കും ആദരണീയനെയും പ്രിയപ്പെട്ട ശിവദാസൻ മാഷ് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ആദ്യാവസാനം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ശ്രീ ശിവദാസൻ മാഷ്ക്ക് ഈ പരിപാടിയുടെ പ്രായോജകർ എന്നുള്ള പേരിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഗാധമായ കൃതജ്ഞതയും നന്ദിയും ആദ്യം തന്നെ അറിയിക്കുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീ കാവനാട് കൃഷ്ണേട്ടൻ, ശ്രീ സെബാസ്റ്റ്യൻ, ശ്രീമതി വൃന്ദ ദിനേശ്, ഈ ചടങ്ങിൽ പ്രായാധിക്യത്തിൻ്റെ അസ്ഖിതകളുണ്ടെങ്കിലും ഞങ്ങളോട് ഏറ്റവും സന്തോഷത്തോടെ പങ്കെടുക്കാം എന്ന് സമ്മതിച്ച് ഇവിടെ എത്തിച്ചേരുകയും പന്തുവരാളി രാഗത്തിലെ മനോഹരമായ ഒരു കീർത്തനം 78-ാം വയസ്സിലും കൃത്യമായി എന്താ പറയുക, വളരെ ആകർഷകമായി പാടി നമ്മളെയെല്ലാം സന്തോഷിപ്പിക്കുകയും ചെയ്ത രാജലക്ഷ്മി ടീച്ചർ, അതുപോലെ തന്നെ വിവിധ സന്ദേശങ്ങൾ വീഡിയോ വഴി അയച്ചു തന്ന് ഈ ചടങ്ങിനെ പരിപോഷിപ്പിച്ച സിസ്റ്റർ മെറിലിൻ, സിസ്റ്റർ അനില, അതുപോലെ തന്നെ മുല്ലനേഴി ഡോക്ടർ സുബ്രഹ്മണ്യൻ എന്ന തുപ്പേട്ടൻ, ഈ ചടങ്ങിൽ കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നൊരു ശനിയാഴ്ചയായിട്ടും പ്രവൃത്തി ദിവസവുമായിട്ട് കൂടി ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന ബന്ധുജനങ്ങൾ, അതുപോലെ ഓരോരുത്തരെയും പ്രത്യേകം പരാമർശിക്കുന്നില്ല സമയക്കുറവ് മൂലം, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ, അതുപോലെ നാട്ടുകാർ, സഹപ്രവർത്തകർ എന്നിങ്ങനെ ഇവിടെയുള്ള എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായ നന്ദിയും കൃതജ്ഞതയും ഈ വേദിയിൽ വെങ്ങല്ലൂർ കുടുംബത്തിൻ്റെയും എൻ്റെയും പേരിൽ ഞാനിവിടെ അറിയിക്കുകയാണ്. ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങ് ഒരു ബീജരൂപത്തിൽ അല്ലെങ്കിൽ ഒരു വിത്തിൻ്റെ രൂപത്തിൽ ആദ്യം കൺസീവ് ചെയ്യുകയും അതിനെ ഊട്ടി പരിപോഷിപ്പിച്ച് ഒരു വൃക്ഷമാക്കി വളർത്തുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യേട്ടൻ, അതുപോലെ തന്നെ ബാക്കി എല്ലാ ഏട്ടന്മാരും, ഞാൻ വല്യേട്ടൻ്റെ പേര് പറഞ്ഞത് ഇതിൻ്റെ തുടക്കം അവിടെ ആയതുകൊണ്ടാണ് എന്നുള്ളതുകൊണ്ടാണ്. മാത്രമല്ല ഈ വീഡിയോ മുഴുവൻ തയ്യാറാക്കി അതിൻ്റെ ആശയങ്ങൾ സ്ലൈഡുകളാക്കി അതൊരു വീഡിയോ രൂപത്തിലാക്കുകയും അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എൻഡീവറാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളത് വല്യേട്ടൻ തന്നെയാണ്. അപ്പോൾ വല്യേട്ടനും അതുപോലെ ബാക്കി എല്ലാ ഏട്ടന്മാർക്കും, ഓപ്പോൾമാർക്കും, ഏടത്തിമ്മമാർക്കും കൂടി ഈ പേരക്കുട്ടികൾക്കും കൂടി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചടങ്ങ് നിയന്ത്രിച്ച നയൻ, നന്ദന എന്നിവർക്കും, ശബ്ദ ദൃശ്യ സംവിധാനങ്ങൾ ഒരുക്കിയ മാതാ സൗണ്ട് ഒല്ലൂർ, അതുപോലെ ജെറോം എന്നിവർക്കും, ശരിശരിക്കാവ് ക്ഷേത്ര സംരക്ഷണ സമിതിക്കും പ്രത്യേകം ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.